പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഇത്രയും പ്രാർത്ഥിച്ചല്ല, ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് വിശ്വാസത്തിന് വേണ്ടി നിന്നല്ല, ദൈവം എന്നോടൊരു നീതി കാണിക്കണില്ലല്ല, ഒരു കരുണ കാണിക്കണില്ല എന്ന് മനസ്സ് ഓർത്ത എന്നിലൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞത് മക്കൾ ഓർക്കണം. കാര്യം ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയെടുത്തോളൂ, ദൈവം ഒരു അനീതിയും ആരോടും കാണിക്കത്തില്ല. എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ കാണിക്കണമെന്നൊക്കെ തോന്നിയാൽ അത് നീതിയേക്കാൾ വലിയ കരുണയാണത്. എന്താ കാര്യം? നിന്നോട് നേരത്തെ ഇതിപ്പോൾ ഈ സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഭൂമിയെ ചുറ്റി നടക്കാൻ പറ്റണത് എന്ത് രസമാണ്. മറ്റത് നമുക്ക് അറിയാതില്ലല്ലോ. ചത്തിക്കെട്ട് പോകുമ്പോൾ ഈ മക്കളുണ്ടാക്കിയ മക്കൾ പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു. നവംബർ മാസത്തിൽ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ അപ്പനോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ മരിച്ചു പോയിട്ട് എത്ര പേര് ഈ നവംബർ മാസത്തിൽ 2-ാം ദിവസം പോയി 2-ാം തീയതി പോയി പള്ളിയിൽ പ്രാർത്ഥിച്ച്? കൈയൊന്നും പൊക്കാൻ നിൽക്കണ്ട. നമുക്ക് സൗകര്യം കിട്ടാത്ത മക്കളുണ്ടാവും. അവർ ഓർക്കണം, നമ്മുടെ മക്കളും ഇതുപോലെ തന്നെയാണ് നമ്മളോട് ചെയ്യാൻ പോണത്. നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തരപ്പെട്ടില്ല. അന്ന് അസുഖമായിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗതികേട് വന്നുപോയി, അന്ന് ആത്മക്കാർക്ക് വേണ്ടി ദിവസം പോകാൻ ഒത്തില്ല. അപ്പം നമ്മുടെ തന്നെ അവസ്ഥ എന്താ? കിട്ടുമോ കിട്ടത്തില്ലേ, എന്തായിരിക്കും ആവോ, ഉണ്ടോ ഇല്ലേ അറിയത്തില്ലല്ല എന്നുള്ള കണ്ടീഷനിൽ വിശ്വാസിയായി ജീവിക്കുമ്പോഴും വിശ്വാസിയായി അറിയപ്പെടുമ്പോഴും അവിശ്വാസിയായി ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇപ്പം ആ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവനോട് എന്താ കുമ്പസാരൊക്കെ കൊട്ടി വെച്ച് പരിശുദ്ധാത്മ പറഞ്ഞത്? നിൻ്റെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് നീ ദൈവരാജ്യത്തിൻ്റെ ഉടമയാണ്, തലേരും കെട്ടി ജീവിക്കാൻ പറയുകയാണ്. നീ ഉടമയാണെന്ന് ഞാനും ആദ്യം കേൾക്കണം. അതാണ് ഇത്രയും വാചാലമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊവിഷനുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കുകയെ, കർത്താവേ 4 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് 2 ആണും 2 പെണ്ണും, അതിൽ 4ൻ്റെ കരളിന് ഇങ്ങനെ പണി കൊടുത്ത് എന്ത് പറ്റി? എന്ത് കഷ്ടമായിപ്പോയി. 2 എണ്ണത്തിനെങ്കിലും വെച്ചിരുന്നെങ്കിൽ 2 എണ്ണത്തിനെ കൊണ്ട് 2 നോക്കാൻ പറ്റത്തില്ലേ? ഞാൻ നോക്കിയിട്ട് അവരുടെ സ്വഭാവത്തിൽ, അപ്പൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യരാണ്. പാര വെപ്പ, സൂചി വെപ്പ, അല്ലെങ്കിൽ മറ്റുള്ളവനെ ആക്രമിക്കലോ വൈരാഗ്യമോ അല്ലെങ്കിൽ അടിച്ചു മാറ്റുള്ള ഇങ്ങനെയൊക്കെ ഉള്ള തരികിട പരിപാടി ഒന്നുമില്ലാത്ത ജീവിച്ചു പോകുന്നവർ, സാധാരണ വേറെ എടുത്ത് ജീവിക്കണം, സാധാരണ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കണം മനുഷ്യർ. ഈ ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കണം മനുഷ്യർക്ക് 4 കുരിശ് ഒരുമിച്ച് കൊടുത്തിരിക്കുക. കുമ്പസാരെ കൂടി ഞാനും സത്യം പറഞ്ഞാൽ ആദ്യം അവിടെ ചിരിക്കണത്. കാര്യം എന്താ? കർത്താവിൻ്റെ ചിരിയാണത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ക്ലേശങ്ങളെ എടുക്കാൻ കഴിയുമെന്നും അത് സാക്ഷ്യമാക്കി മാറ്റാൻ കഴിയുമെന്നും ഇപ്പം ഞാൻ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരറിയണം. എൻ്റെ മക്കളെ, നിങ്ങളെ കാണുമ്പോഴേ ദൈവത്തിനൊരു സന്തോഷം ഉണ്ടാകണം. അല്ല നിങ്ങളെ കാണുമ്പോൾ പറയോ ദേ വന്നാലും അവരാദ്യം അടുത്ത ആവലാദ്യം കൊണ്ട്. ദൈവത്തിന് അങ്ങനെ തോന്നരുതേ. നിങ്ങളെ കാണുമ്പോൾ ദേ വന്നാലും അവരാദ്യം അടുത്ത ആവലാദ്യം കൊണ്ടെന്ന് പറയാം. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മകൾ വന്നു, എൻ്റെ സാക്ഷി. അതായത് നമ്മുടെ മൂല്യമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അതാണ് നമ്മുടെ മൂല്യം. നമ്മുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അങ്ങ് ആ രീതി. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം ദൈവത്തിന് മുമ്പിലൊരു വിലയുള്ള ആൾക്കാരായി. എങ്ങനെയാ? അതായത് ഇല്ലാത്ത കാശുണ്ടാക്കി പത്രം വാങ്ങിച്ച് സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത് 10 മനുഷ്യർ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു പിടിയായി ഇല്ലേ? ഞാൻ അച്ഛനായ കാലം മുതലേ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതായത് ഉടുപ്പ് അന്ന് തന്നെ മാറിയതാ. അതായത് പ്രേക്ഷിത ജോലി ചെയ്യണം, കർത്താവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നും. അപ്പോഴെന്താ? ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു വിലയാകും. ഇപ്പം ചില ആൾക്കാരോടൊക്കെ നമ്മൾ എന്താണ് പറയണത്? അപ്പം ചിലത് നമുക്കറിയാം അവർക്ക് ഈ ജന്മത്തിൽ അവർ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ ആ കേസ് നമ്മൾ പിടിക്കും. ഈ ജന്മത്തിൽ അവർ രക്ഷപ്പെടത്തില്ലെന്നറിയാം. അവരുടെ കടങ്ങൾ അത്രയുമാണ്. അവരുടെ കടങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട് സ്ഥലവും നിങ്ങൾ വിൽക്കാൻ പോണ എന്താ കാര്യം? നിങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ട്.
ഈ വീട് സ്ഥലം വിറ്റാലേന്നാ കിട്ടാൻ പോണത് 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, കൂടിപ്പോയാൽ 50 ലക്ഷം രൂപ. ഈ 50 പിന്നെ അടുത്ത 50 ലക്ഷത്തിന് എന്ത് പോവും? വാടക പോയാൽ അവിടെ എങ്ങനെ കൊടുക്കും വാടക? എങ്ങനെ പിന്നെ ജീവിക്കും? ഓരോ ദിവസവും ഒരു എത്തും പിടിയും ഉണ്ടാകത്തില്ല. ഈ ഒരു എത്തും പിടി ഇല്ലാത്ത കേസ് എന്താണ് കൃപാസനം സ്വീകരിക്കണത്? ഒരു എത്തും പിടി ഇല്ലാത്ത കേസ് കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാവോ? അതായത് നിന്നെ ദൈവം കൊണ്ടുവന്നാണെന്നാണ് ഞാൻ ചിന്തിക്കണത്. ഉടനെ ഇപ്പം അമ്മയെ സംബന്ധിച്ചോളം ഒരു എത്തും പിടിയില്ലാത്ത കേസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ചിന്തിക്കണേ മക്കളെ. അത് നിങ്ങൾക്കൊരു എത്തും പിടിയില്ലാത്ത ഒരു വിഷയത്തിലാണ്, അവസ്ഥയിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കണമെങ്കിലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റത്തില്ല. അതെന്താണ്? ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ദൈവത്തിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാവോ, 10,000 മനുഷ്യർ പുറത്ത് നിങ്ങളെക്കാൾ ഭാരമുള്ളവരുണ്ട്, ഇല്ലേ? പിന്നെ നിങ്ങളെന്താ മാത്രം ഇവിടെ വിളിക്കാൻ കാരണം? ദൈവം അത് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ഇപ്പം കടമായാലും രോഗമായാലും, ഇപ്പം നമ്മളെന്താണ് ക്യാൻസർ രോഗികളെ പ്രാർത്ഥിക്കണത്? അവർക്ക് ഉടമ്പടി പോലും ചെയ്യേണ്ടല്ല, ഇല്ലേ? തൈറോയ്ഡുകാരെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോടൊന്നും ചോദിക്കത്ത് പോലും ഇല്ല. എല്ലാ തൈറോയ്ഡും അല്ല, തൈറോയ്ഡ് കാരണം മക്കളുണ്ടാവത്തില്ല, അത് കാരണം വേറെ പല പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് ഉടമ്പടി പോലും ചോദിക്കത്തില്ല. അവരോട് പറയും നേരെ ഇവിടെ ഇടിവെക്കാതിരിക്കാൻ വേണ്ടി ലൈൻ നിൽക്കാൻ വേണ്ടി ഒരു നമ്പർ വാങ്ങിച്ചോളാൻ പറയും. അതാണ് ഉദ്ദേശിക്കണം. എന്താ കാര്യം? അമ്മ ഇവിടെ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളിവിടെ വന്ന് എത്തിയില്ലേ? എത്തിയപ്പോൾ എന്താ പ്രശ്നം? ദൈവം അറിഞ്ഞല്ല സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മരുന്നിനോ ഇപ്പം നിങ്ങളുടെ കടം തന്നെ, നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ആയുസ്സിൽ നിങ്ങൾക്ക് വേല എന്താ പറയുക എന്താ വെച്ചാൽ ഈ ആയുസ് മൊത്തം വേല എടുത്താൽ പോലും ഞങ്ങളുടെ വീട്ടിലെ കടം തീരത്തില്ല. കടത്തിലാണ് തന്നെ ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ കാലത്ത് തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയും കാലക്കേടും പ്രയാസമൊക്കെയാണ്. അപ്പനും രോഗിയായിട്ടും കടമായിട്ടും മരിച്ചു. എൻ്റെ കാലം വന്നപ്പോൾ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ കട ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇതേ ഞാനും മരിക്കണ കടത്തിലായിരിക്കും. എന്തിന് ജീവിച്ചെന്നാ എന്തിന് മരിച്ചെന്നാ ഒന്നും അറിയാൻ പാടില്ല. എനിക്കൊരു പിടിയും കിട്ടില്ല. പിന്നെ ഇങ്ങനെ പോകും. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് കരയോ, തൊണ്ട ഇടയ്ക്ക് അവർക്ക് ഈ ജീവിതം ഒന്നും തിരിച്ചു കൊടുക്കണില്ലല്ല. അവർക്ക് ഈ ജീവിതം ഒന്നും തിരിച്ചു കൊടുക്കണില്ലല്ല. എൻ്റെ മക്കളെ, ഒന്നും ജീവിതം നിനക്ക് തിരിച്ചു തരുന്നില്ല. എന്തിനാണ് ജീവിതമെന്ന് പോലും നിനക്ക് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? അപ്പം നമുക്കൊരർത്ഥം തോന്നണില്ലല്ലോ. ഞാനൊരിക്കൽ ഈശോനോട് പണ്ട് പറയുമായിരുന്നു, ഈശോ നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്ത് നല്ലത്. എന്താ കാര്യം? ഈ ജീവിതത്തിൽ വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്ത് ഈ ജീവിതത്തിലുണ്ട്? നമ്മൾ എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് പോകത്തില്ലേ? ഇപ്പോൾ 72 ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും 80-90 വയസ്സായി കഴിയുമ്പോൾ കണ്ണു കാണാൻ പാടില്ല. എന്തെല്ലാം ഉണ്ടായാലും അനുഭവിക്കാൻ യോഗ്യമില്ലാതെ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇതിനിടയ്ക്ക് ദൈവം കൂടി ഇല്ലെന്ന് പറയണമെന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദൈവം തന്നെയാണ്. ശരിക്കും ദൈവം തന്നെയാണ്. അതായത് ഈശോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത, സ്വാധീനത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലാണ് നീ ചെന്ന് കുരുങ്ങിയിരിക്കണം വിചാരിച്ചോ. അങ്ങനെ കുരുങ്ങപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാവോ? ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിനർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് പറയും അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ട കാര്യമല്ലെന്ന് പറയും. ഇത് മനസ്സിലായില്ലേ? ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് നീ മനസ്സിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ത് പറയും? അത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ ചെയ്യാനുള്ള കാര്യമല്ലെന്ന് പറയും. എന്താ കാര്യം? പിന്നെ ആരാ ചെയ്യേണ്ടത്? ദൈവമാണ് ചെയ്യേണ്ടത്. അമ്മ നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? അമ്മ പറഞ്ഞ് മാലാഖയോട് പറഞ്ഞ് എനിക്ക് 10-16 വയസ്സാണ് ഉള്ളത്. ഈ പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. എന്താണ്?
ഈ 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാതെ പുരുഷനെ അറിയാതെ ഗർഭിണിയായിട്ട് അത് ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരണ ഈ പരിപാടികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണമല്ല. എൻ്റെ ബുദ്ധിക്കോ കഴിവിനോ ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥയ്ക്കോ ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഞാനത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് ഇതിനെ കൺഫ്രണ്ട് ചെയ്യണത്, അതിജീവിക്കണത് എന്ന് അമ്മ ചോദിക്കൂ. അപ്പോഴെന്താണ് പരിശുദ്ധാത്മാവ് മാലാഖ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോഴേ ആദ്യമേ അമ്മ അത് കേട്ട ഉടനെ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ. അവിടെയാണ് പ്രശ്നം വരുന്നത്, അവിടെയാണ് വിഷയം. അതായത് നമ്മുടെ കഴിവിൻ്റെ പരിധിക്കപ്പുറത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമെന്നല്ലേ പറഞ്ഞത്? അമ്മയോടെന്താ മാലാഖ പറഞ്ഞത്? നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്തെ കാര്യമാണ് ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കണത്. അപ്പോൾ നീ ചോദിച്ചു, ഞാനിത് എങ്ങനെ ചെയ്യാനാ? എനിക്ക് 10-16 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഇതിന് വരുന്ന ഭവിഷ്യത്തുകളെയൊക്കെ എങ്ങനെയാണ് നേരിടണത്? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോഴേ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഭാഷയാണ് മനുഷ്യൻ ഇങ്ങോട്ട് തർജ്ജിമ ചെയ്യണത്. അതായത് ദൈവത്തിന് വരുമെന്ന് പറയണതും വന്നു കഴിഞ്ഞെന്ന് പറയണതും വന്നിരിക്കണമെന്ന് പറയണതും എല്ലാം ഒരു ലാംഗ്വേജാണ്. കാര്യം ദൈവത്തിന് ഭൂതമില്ല ഭാവിയുമില്ലല്ലോ, നിത്യവർത്തമാനത്തിൽ കഴിയണ കാരണം പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവമല്ലേ അത് പറഞ്ഞിരിക്കണത്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് വരുമെന്ന് പറയണത്. അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വരുമെന്നും ദൈവത്തിൻ്റെ മാനസികാവസ്ഥയിലാണെങ്കിൽ ആ വർത്തമാന കാലത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മേരിയോട് പറഞ്ഞു, മേരി ഞാൻ വന്നു, ഇനി ഓക്കെ, ബാക്കിയുള്ള ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയും. നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താണ്? മേരി ഐ ആം റെഡി, ഇറ്റ്സ് ഓക്കെ. നീ ചോദിച്ചു വാങ്ങിച്ചതല്ലേ? നീ ചോദിച്ചില്ലേ അപ്പയോട് ഞാൻ ഇതെങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന്? അപ്പം മറുപടി എന്താ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമ്മർദ്ദ സാഹചര്യം ദൈവം സൃഷ്ടിക്കുമ്പോൾ മേരി റെസ്പോണ്ട് ചെയ്യും. വി മസ്റ്റ് ഓൾസോ റെസ്പോണ്ട്. മനസ്സിലായോ? അതിൻ്റെ ആ ഒരു ലോജിക്ക് പോണ കണ്ടില്ലേ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ സാഹചര്യത്തെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ, നമുക്ക് എത്തുപിടിയില്ല വരുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ച പോലെ നമ്മളും ദൈവത്തോട് ചോദിക്കണം. കർത്താവെ, കടം 1 കോടിയുണ്ട്, കർത്താവ് എൻ്റെ മക്കൾ 2 പേർക്കും രോഗിയാണ്, കർത്താവ് വരുമാന മാർഗം പൊട്ടിയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് സ്വാധീനിക്കാനോ റെക്കമെൻഡിനോ ശുപാർശക്കോ ആരുമില്ല. നമ്മൾ പെരക്കുതാനും തരിക്കുതൂളെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമോ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബൈബിൾ തരുന്നൊരു ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ആയാലും മരിയൻ സ്പിരിച്വാലിറ്റി ആയാലും അതിൻ്റെ ആന്തരിക മർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നപ്പോൾ അമ്മയോ ഉടനെ പരിശുദ്ധാത്മാവ് റെഡിമേഡ് ഉത്തരവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, മേരി ഇനി നീ പറയണം ബി ടു ഡൺ അക്കോർഡിംഗ് ടു ദൈ വേർഡ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാണ് അത് പറഞ്ഞിരിക്കണത്, ഇല്ലേ? നമ്മൾ ലൂക്കാ 1:35-36 തൊട്ട് 38 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് മേരി പറയണത് എന്താണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, മേരി ഐ ആം റെഡി, ഐ ആം വിത്ത് യു. ഇനിയിപ്പോൾ നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ,
അപ്പയോട് പറയണം, അപ്പ അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് എന്നെ പുനഃക്രമീകരിക്കണമെന്ന്. ഉടനെ ബി ടു അക്കോർഡിംഗ് ടു ദൈ വേർഡ്, നിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കണമേ. എന്തെങ്കിലും വളരെ ശ്രദ്ധിക്കണേ, എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ കണക്ക് കൂട്ടലിനോ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് നമ്മളും പറയേണ്ട ഒരു കാര്യമാണ്, അപ്പം ആ പരിശുദ്ധാത്മാവിനെ തരണമേ. ഞാൻ ഒറ്റയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയും, ഇതിനെ എല്ലാത്തിനെയും പരിഹരിക്കാൻ മാർഗമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ. കാനായിൽ വെള്ളം വീഞ്ഞാക്കാൻ വേണ്ടി വെള്ളം വീഞ്ഞില്ലാതെ വന്നപ്പോൾ ഇതേ അമ്മ ഇതേ വചനം പറഞ്ഞ ഇതേ അമ്മ തന്നെ ഈശോൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, കുടുംബം അപമാന ഭാരത മുങ്ങാൻ പോകുന്നു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഈശോ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? പിതാവ് വിഷയം അറിഞ്ഞിട്ടില്ല, പിതാവിൻ്റെ സമയമായിട്ടില്ല, എൻ്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിച്ചിട്ടില്ല, ഈ വിഷയം ചെയ്താലും ചെയ്തില്ലേലും ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നിനക്കെന്ത് എനിക്കെന്ത്, ഈ വിഷയം നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ട വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് നോ എൻഡ് ഡെഡ് എൻഡ് അടിച്ചു വിടും. അപ്പോൾ അത് ഡെഡ് എൻഡ് ആയില്ലേ? അത് ഡെഡ്. അപ്പോൾ ഈ നമ്മൾ ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഇപ്പം അമ്മ ഒരു ശ്രമം നടത്തി ഈശോൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ശ്രമം നടത്തിയപ്പോൾ കുറേ സാങ്കേതിക വിഷയങ്ങൾ വന്നിട്ട് അത് ഡെഡ് എൻഡ് അടിച്ച് നിൽക്കുക. വീണ്ടും പരിശുദ്ധാത്മ വർക്കൗട്ട് ചെയ്യും. മേരി, പണ്ട് മംഗളവാർ സമയത്ത് ഒരു ഡെഡ് എൻഡ് ഉണ്ടായിരുന്നു, മാരകമായ ഒരു നൃത്തമുണ്ടായിരുന്നു. അന്ന് നീ പറഞ്ഞായിരുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ നിറവേറട്ടെ എന്ന്, വചനമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കുക ഇല്ലേ? അപ്പോഴാണ് നീ പ്രഗ്നൻ്റ് ആയത്. ഇതിപ്പോൾ വീണ്ടും ഇവിടെ ആ വചനം മാംസമായി മനുഷ്യാവതാരത്തിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വീണ്ടും മനുഷ്യരാശിയുടെ മുമ്പിൽ മറ്റൊരു ഡെഡ് എൻഡാണ്. എന്താണ്? സമയമായിട്ടില്ല എന്നുള്ള ഡെഡ് എൻഡ്. അത് ചെയ്താലും ചെയ്തില്ലാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഈശോ കട്ടൻ്റെ ഒരു നിലപാടെടുത്ത് അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് സഹായിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകുമെന്ന്. അതന്ന് പറഞ്ഞത് തന്നെയാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചത് അതേ വിശ്വാസം തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നിൻ്റെ മേൽ വന്ന് കഴിയുമ്പോൾ എന്ന് വാഗ്ദാനം നൽകുമ്പോൾ പരിശുദ്ധാത്മ അതും പടി വന്ന് കഴിയുമ്പോൾ മേരി കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കർത്താവിൻ്റെ വചനത്തിനായി നിറവേറ്റിയിരിക്കുന്നു, പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വിഷയമാണ്. ഉടമ്പടി സാക്ഷികൾ വളരെ ശ്രദ്ധിക്കണം. എന്താ കാര്യം? ഇത് ഉടമ്പടി ധ്യാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് മേരിയുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക മാത്രമല്ല, എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് മേരി ദേവമാതാവായി വിളങ്ങുമ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി ആദ്യത്തെ അഡ്വക്കേറ്റ് ആകുകയാണ്. വക്കീൽ കോട്ടെടുത്തിട്ടിരിക്കുകയാണ് വാദിക്കാൻ വേണ്ടി, മനുഷ്യരാശിയുടെ ഇല്ലായ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ, മനുഷ്യരാശിയുടെ തകർച്ചയ്ക്ക് വേണ്ടി വാദിക്കാൻ, കുടുംബത്തിൻ്റെ മാനക്കേടിന് വേണ്ടി വാദിക്കാൻ കറുത്ത കോട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വക്കീൽ. അവൻ്റെ മകൻ്റെ അടുത്ത് പറയുമ്പോൾ മകൻ പറയും, വാദം ശരിയാണ്, പക്ഷേ സമയമായിട്ടില്ല, ഇത് നമ്മൾ തമ്മിലുള്ള വിഷയമല്ല, പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരേണ്ട കൺകറൻസിൻ്റെ അൾട്ടിമേറ്റ് പ്രോബ്ലമാണ്, ഇറ്റ് ഇസ് ഡെഡ് എൻഡ് എന്ന് പറയും. അപ്പോഴും പരിശുദ്ധാത്മാവ് പറയും, ഏത് ഡെഡ് എൻഡ് ആയാലും ശരി അതിന് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ശബരിമല വിഷയം, ഇവിടുത്തെ വിഷയം എന്താ? റിവ്യൂ പെറ്റീഷന് പോയില്ല എന്നുള്ളതല്ലേ. അപ്പോൾ റിവ്യൂ പെറ്റീഷന് പോകേണ്ട എന്താ പോകാൻ സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ പറയും സുപ്രീം കോടതി വിധിയല്ലേ, അത് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഓർഡിനൻസ് ഇറക്കിയാൽ പോരെ എന്ത്. അപ്പോൾ അവർ രണ്ടും ശരിയാ ഇല്ലേ? അത് രണ്ടും ശരിയാ. അപ്പോൾ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി ഒന്നെങ്കിൽ റിവ്യൂ പെറ്റീഷന് പോവുക, അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കുക, രണ്ടും ഒരു മറുകൃതിയാണ്. അതുപോലെ സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയമായില്ല, പിതാവിൻ്റെ മനസ്സിലുള്ള പുത്രൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അടയാളങ്ങളുടെ സമയമായില്ല എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാനുണ്ട് ലൂപ്പ് ഹോള്. പരിശുദ്ധാത്മാവ് പറയും, എന്താണ്? സമയമാകാത്ത കാര്യങ്ങൾക്ക്
അതിനെ മറികടക്കാൻ, ആ സാങ്കേതിക പ്രയാസങ്ങളെ മറികടക്കാൻ മാർഗമുണ്ട്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. ദൈവത്തിലെ ഇതൊരു മുദ്ര പൊട്ടിക്കലാണ്. ഞാനും നീ ഇത് കേൾക്കണം ആത്മാവ് സംസാരിക്കുമ്പോഴേ. നമ്മൾ മാത്രമല്ല, ആരെല്ലാം ലൈവായിട്ട് ഏറെല്ലാം രാജ്യങ്ങളിരുന്നു കൊണ്ട് കർത്താവിന് ശുശ്രൂഷ കേൾക്കുന്നുണ്ടോ അവരോടെല്ലാം ഈശോ പറഞ്ഞാണ്, ദൈവവേദലെ നിൻ്റെ ദുഃഖത്തിനേക്കാൾ തൂക്കമായി നിൻ്റെ കണ്ണുനീര് നിന്നിട്ട് നീ കരകയറാത്ത അവസ്ഥയാണോ, അത് നീ കരകയറാൻ ദൈവം ആഗ്രഹിക്കണില്ല, മറിച്ച് നിന്നെ കരകയറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കരകയറ്റാനാവാത്ത പ്രതിസന്ധികള്, ജീവിത ആവശ്യങ്ങള്, വിഷമതകള്, രോഗദുരിതങ്ങള്, കർത്താവേ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരു സൂത്രവാക്യമാണ്. അതായത് ഇതൊരു വെളിപാടാണ്. എൻ്റെ മക്കൾ ഒരു തീരുമാനം എടുക്കണം. അതായത് നമ്മൾ ഈ സുവിശേഷ ശുശ്രൂഷ സമ്മറിയാക്കി വരുമ്പോഴേ, സമപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒന്ന്, നിൻ്റെ വിഷയം നിന്നേക്കാളും മുകളിൽ വളർന്ന് നിനക്കത് കൈകാര്യം ചെയ്യാൻ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞത്? ആ വിഷയം നീ തന്നെ പരിഹരിക്കാൻ ദൈവം ആഗ്രഹിക്കണില്ല. പിന്നെ ആര് പരിഹരിക്കും? ദൈവം പരിഹരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ചേച്ചി വന്ന്, ചെന്നുപേരിയിലെ ചേടുത്തി, നാട്ടുകാരത്തിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ 25,000 രൂപ ഞാൻ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ നിൽക്കുകയായിരുന്നു തിരക്കിൽപ്പെട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അതുകൊണ്ട് എനിക്ക് നാട്ടിലിപ്പോൾ ആരുമില്ല, ഞാൻ എൻ്റെ വസ്തുവെല്ലാം വിറ്റു, ഉടമ്പടി ചെയ്തപ്പോൾ വസ്തുവെല്ലാം വിറ്റു. വിൽക്കാതെ കിടക്കരുത്, കാര്യം വിൽക്കാനും ചോദിക്കാനും അവർ ഒറ്റ പെണ്ണാണ്. അപ്പം അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാ, അന്വേഷിക്കാനാ, തിരക്കാനാ ഒന്നും ആരുമില്ല, ഉടമ്പടി മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അമ്മ ഒരു മാസം കൊണ്ട് ചെയ്തു കൊടുത്തു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം അവർക്ക് തിരക്ക് അന്വേഷിച്ച് കൊടുക്കാനാ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ അത്ര വിശ്വാസമുള്ളവർ മാത്രമേ ഇതൊക്കെ ഏൽപ്പിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ അത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. അവർ ബാക്കി പൈസ എല്ലാം കൊണ്ടുപോയി ഒരു നല്ല സ്ഥാപനത്തിന് കൊണ്ടുപോയി കൊടുത്തു. അവർ എഗ്രിമെൻ്റ് ആക്കി അവരവിടെ ജീവിതകാലം മുഴുവൻ അവിടെ താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം കിട്ടുമ്പോൾ വരിക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം, സന്തോഷമായിരിക്കുക, പ്രാർത്ഥിച്ച് വിട്ട്. ഞാൻ അവർ പോയപ്പോൾ ഓർത്ത്, പണ്ടേ അത് 93 ഞാൻ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലിരിക്കുകയായിരുന്നു. അന്ന് കൊച്ചച്ഛനാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിലയിരിക്കുക. രണ്ടാമത്തെ നില, നിങ്ങൾ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. രണ്ടാമത്തെ നിലയിരിക്കുമ്പോൾ താഴേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ. അപ്പോഴന്ന് ഒരു ഇങ്ങനെ 60% മുടന്തുള്ള ഒരു സഹോദരി പള്ളിയുടെ വാതിൽക്കൽ കൂടി ഇങ്ങനെ കറങ്ങി വന്നെ ഞാൻ കണ്ടു. എന്നെ കാണാൻ വന്നാലും ഞാൻ ഓർത്തില്ല, കാര്യം ഇത്രയും ഭയങ്കര മുടന്താ. അത്രയും മുടന്തുള്ള ആളെങ്ങനെ മോളിൽ കയറി വരാനായിരിക്കും. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാര്യം എനിക്കാണെന്ന് എൻ്റെ അടുത്താണ് വരണമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താഴേക്ക് പോയേനെ. കാര്യം അവർക്ക് നല്ല വണ്ണമുണ്ട്, പിന്നെ മുടന്തും. അപ്പോൾ ബോഡി, അപ്പോൾ എൻ്റെ സ്റ്റെയർ കേസ് ഇത് ഇങ്ങനെ കിടക്കുകയാണ്, മരത്തിൻ്റെ പഴയ സ്റ്റെയർ കേസാണ്. ഇതിമേ കൂടി വരണമെങ്കിലാണ് ഈ ഒരു അരമണിക്കൂർ എടുത്തത് ആൾ. കാര്യം ഒരു സ്റ്റെപ്പ് എടുത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡി പൊങ്ങിയിട്ട് അടുത്ത സ്റ്റെപ്പേ വരത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ വിയർത്ത് കുളിച്ച് ശരീരം മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതി വന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ അമ്മ മരിച്ചു, എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. അതായത് അവർക്ക് 36 വയസ്സുണ്ടായിരുന്നു, നല്ല വണ്ണമുണ്ട്, മുടന്തുമുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കുമോ.
അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉപദ്രവം അവരോട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം നമ്മൾ അറിഞ്ഞില്ല, അത് വേറെ കേസ്. പക്ഷെ എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ പള്ളിയിൽ അന്ന് ഞാൻ വലിയൊരു കുരിശ് ഉപയോഗിക്കുമായിരുന്നു 95 കാലഘട്ടങ്ങളിൽ എൻ്റെ മുറിയിൽ. ഇപ്പം മുറിയിൽ ഇപ്പോൾ ആരെയും കയറ്റണില്ല, കൗൺസിലിങ് പുറത്താണല്ല. അപ്പോൾ കൗൺസിലിങ് പുറത്ത് തന്നെയല്ല, മുറിയിലിരിക്കണമല്ല. ഇപ്പം നമ്മൾ കൗൺസിലിങ് എവിടെയാണ്? മാതാവ് പ്രത്യക്ഷപ്പെട്ട ബലിപീഠത്തിലോ അല്ലെങ്കിൽ കുഞ്ഞു മാതാവ്, ഈ കൃപാസനത്തിലെ ആദ്യത്തെ മാതാവ് കൊച്ചു മാതാവാണ്. ആ കൊച്ചുമാതാവിൻ്റെ കാലം തൊട്ടാണ് ഇത് വലിയ രീതിയിലേക്ക് അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് കൊച്ചുമാതാവിനെ ഞാൻ ഒരിക്കലും കളയത്തില്ല. അപ്പം ഞാൻ ശുശ്രൂഷ വളർന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുമാതാവിന് പങ്കമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, ആൾത്താറിയിരിക്കുന്നുണ്ട്. ചരിത്രമുള്ള അമ്മയാണ്. ആ രൂപത്തിനുള്ളിൽ നിന്ന് എത്രയോ കാലം നമ്മൾ അനുഗ്രഹം സ്വീകരിച്ച് വളർന്നതാണ്. അപ്പോൾ ഞാൻ കൊച്ചുമാതാവിനെ ഇരുത്തിയാണ് ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഇവരിങ്ങനെ വന്ന് ഈ വിഷയം പറഞ്ഞപ്പോഴേ എൻ്റെ മുറി വലിയ കുരിശാണ് ഇരുന്നത്. അപ്പം ഞാൻ വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് മുറിയിൽ. അപ്പം ഞാൻ ഇവരോട് വേറെ ഒന്നും തിരക്കിയില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ എൻ്റെ അടുത്ത് വരും. അന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഞാൻ കുരിശ് നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. 3 ആഴ്ച കഴിയും. 3 ആഴ്ചയാണ്, അല്ലാതെ 3 മാസമല്ലേ. കല്യാണം ഒരു കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം പ്രോസസ്സുണ്ട്. 3 അക്കാര്യം എൻ്റെ മനസ്സ് വേദനിച്ചു പോയി ഈ ഒരു കാഴ്ച കണ്ടിട്ട്. ഞാൻ പറഞ്ഞു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണും. അന്ന് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കയ്യിലുണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, ഞാനത് മറന്നുപോയി. നമ്മൾ എന്ത് പറഞ്ഞാലും ആളിനെ ഓർത്താണല്ല ഇത് പറയണത്. നമ്മൾ മറക്കും, പക്ഷേ ഈശോ മറക്കത്തില്ല. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി ആ 3 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കയറി എൻ്റെ മുറി വന്ന് ഒരു മിടുക്കനായ മനുഷ്യനെ കല്യാണം കഴിച്ചതുകൊണ്ട് നിറയെ പൊന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും നിറയെ പൊന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവിടെ നല്ല പട്ടുടുപ്പിൽ പൊന്നിട്ട് കിടന്നിട്ട് തിളങ്ങണ കാണാൻ രസമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ കാഴ്ച മാറത്തില്ല. അതായത് കർത്താവ് വലിയവനാണ്. അന്ന് മുതൽ എനിക്കറിയാമായിരുന്നു നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ അവരുടെ ഭർത്താവാണ് കഴിഞ്ഞ കൊല്ലം മരിച്ചത്. അപ്പോൾ ഉടനെ അവർ വന്ന് 30 ആവശ്യത്തിന് കൂടെ ജീവിച്ചവർ, ഒരു കുഴപ്പമില്ല. എത്ര കൊല്ലമായി? 10-25 കൊല്ലം ജീവിച്ചില്ല, അത് മതി, ബാക്കിയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒരു ഇടവില്ല. അവരൊന്ന് ഉടമ്പടി ചെയ്തു. അമ്മ വസ്തു എല്ലാം വിറ്റു, എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ പോണ വഴിക്കാണ് എന്നെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ പഴയ കാര്യം ഓർത്തത്. എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അതായത് ഈ 60% മുടന്തും കല്യാണം കെട്ടിച്ച് കൊടുക്കാനാ, തിരക്കി പെണ്ണ് അന്വേഷിച്ച് പോകാനാ, ചെറുക്കൻ അന്വേഷിച്ച് പോകാനാ ആരില്ലാതിരിക്കുകയും, ഇനി ചെറുക്കന്മാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെ ഈ മുടന്ത് വല്ലവരും ഇഷ്ടപ്പെടാതിരിക്കും. ഇങ്ങനെ കുറേ നമ്മൾ ഒന്ന് നോക്കിയാൽ 9 തടസ്സമാണ്. ഒരേ രീതിയിൽ നമ്മൾ നോക്കിയാൽ 9 തടസ്സം. പക്ഷെ കർത്താവിനെ നോക്കിയാൽ ഒരു തടസ്സവുമില്ല. ഇതാണ് സംഭവം. നമ്മൾ മാനുഷികമായിട്ട് നോക്കിയാൽ 9 തടസ്സമാണ്. പക്ഷേ കർത്താവിനെ കൊണ്ടാണ് നോക്കിക്കുകയാണെങ്കിൽ, കർത്താവെ നീ, ഞാൻ നോക്കിയിട്ട് ഒരു 9 തടസ്സം കാണുന്നുണ്ട്, കർത്താവെ നീ ഒന്ന് നോക്കിക്കേ. അപ്പോൾ കർത്താവ് നോക്കിയിട്ട് പറയും ഒരു തടസ്സവും ഇല്ലല്ലോ എന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതാണ് 1:37 ലൂക്കായുടെ സുവിശേഷത്തെ. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് അവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്താണ്? അസാധ്യമല്ലാത്ത ദൈവത്തിനെ, എല്ലാം സാധ്യമാക്കി തീർക്കാനുള്ള ദൈവത്തിനെ നമ്മളൊരു പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫെസിലിറ്റേഷൻ ചെയ്യണം, ഇല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് റോഡില്ല, വണ്ടി വരാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? മടൽ വെട്ടിയിട്ട് കൊടുക്കും പൊതിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങളുടെ പെര പണിയാൻ പോവുകയാണ്, വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല, പക്ഷേ വണ്ടി കയറ്റാതെ മാർഗ്ഗമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കുറച്ച് പൂടി ഇറക്കി മടലൊക്കെ വെട്ടിയിട്ട് അത് പൊതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ ചെയ്യും. ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതെന്താ? അതാണ് പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക.
എന്തെല്ലാം വലിയ വിഷമതകളാണെങ്കിലും മക്കളെ, ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. ധ്യാനം കൂടിപ്പോകുന്ന സ്ഥലമല്ല ഇത്. ഇതൊരു ധ്യാന കേന്ദ്രം പോലും അല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അഭയ കൂടാരമാണ്. ജീവിതത്തിന് തീ പിടിച്ച് കഴിയുമ്പോൾ ഓടി വന്ന് കയറുന്ന ഒരു സ്ഥലം. ആ സ്ഥലം അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത്, അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പിന്നെ എനിക്കും നിനക്കും രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ? അമ്മ അറിയാതെ ഞാനിവിടെ വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തീ പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ജന്മത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നെപ്പോലെ 9 പേർക്കും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവം അത് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ സുവിശേഷ വിഹിതമായി അമ്മയുടെ വാക്കനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കും. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ വലിയ തേരോട്ടം നടത്തും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്ര ദൈവമേ, സ്തുതിക്കുന്നത് കർത്താവേ, ആരാധിക്കട്ടെ. എല്ലാവരും എല്ലാവരും എഴുന്നേൽക്കട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ആരാധന അഭിഷേക നിമിഷങ്ങളാണ്, സ്വർഗീയ നിമിഷങ്ങളാണ്, നിമിഷങ്ങളാണ്, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന നിമിഷങ്ങളാണ്. യോഹന്നാൻ 1:14 ദൈവ കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന സ്വർഗീയ നിമിഷം. മനമുയർത്തി സ്വരമുയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള മക്കളെ, അവനുമായിട്ടൊരു തീരുമാനം എടുക്കുക. കാര്യം ഉടമ്പടി ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചിലർക്ക് ലാഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൂത്രപ്പണിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? എത്രയും പെട്ടെന്ന് ജീവിതം കർത്താവിൻ്റെ വചനപ്രകാരം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പുനഃക്രമീകരിക്കണം. എന്നാൽ പിന്നെ നീ നിൻ്റെ കാര്യം ചെയ്യേണ്ടി വരത്തില്ല, നിൻ്റെ കാര്യം ദൈവം ചെയ്യാം. ഇപ്പോഴേ കാലിങ്ങനെ പിണച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണുന്നുണ്ട്. കുഞ്ഞ് കമന്നാണ് കിടക്കണത്. പക്ഷേ കുഞ്ഞിൻ്റെ ഇടത് കാല് വലത് കാലിൻ്റെ മുകളിൽ കമന്ന് കിടക്കണ കുഞ്ഞ് ഇടത് കാല് വലത് കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ചെന്ന് കാല് പൊക്കി മാറ്റി കൊടുക്കണം. കുഞ്ഞിന് തന്നെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ മസിൽ ഇംബാലൻസും മസിൽ മരവിപ്പൊക്കെ ഉള്ള കൊച്ചാണ്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോഴും അത് കമന്നേ കിടക്കത്തുള്ളൂ. ഇപ്പൊ കർത്താവ് അതിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഞരമ്പുകളെയും, അതായത് പ്രത്യേകിച്ച് ഇപ്പോഴേ ശ്രദ്ധിക്കുക, അതായത് വാരിപ്പറ്റെന്ന് നാം പറയത്തില്ലേ, അതിന് ഇംഗ്ലീഷ് എന്താണ് പറയണമെന്നറിയത്തില്ല. നമ്മുടെ ഈ റിബ്സായിട്ടുള്ള ഈ നടുവെല്ലും അതിൻ്റെ കൂടെയുള്ള നെഞ്ചും കൂടും അതിൻ്റെ വാരിപ്പറ്റുകൾ, അതിനെന്തോ ഇടതുവശത്തെ വാരിപ്പറ്റിന് ബലക്ഷയങ്ങൾ, ചിലപ്പോൾ നേരത്തെ വല്ല ഒടിയോ വല്ലതൊക്കെ ചെയ്തായിരിക്കും. പക്ഷെ ഈ വശത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന നൽകുന്ന സൗഖ്യത്തെ ഓർത്തത് പറയുന്നു, രോഗശാന്തിയെ ഓർത്തത് പറയുന്നു, സാക്ഷ്യം പറയുമാർ കർത്താവെ സമ്പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് പറയുന്നു. ശ്വാസകോശങ്ങൾ തന്നെയാണ് ഈശോ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിക്കും പോലെയാണ്
കാഴ്ചകളുടെ രീതികൾ വരുന്നത്. അതായത് നെഞ്ചും കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ നെഞ്ചിന്റെ കൂമ്പിനിരുന്ന് വേദനിക്കുന്നവരെ, ശ്വാസം എടുക്കുമ്പോൾ വേദനിക്കുന്നവരെ, ശ്വസിക്കാൻ പ്രയാസമുള്ളവരെ, പതിരയെ കർത്താവേ സ്പർശിക്കണമേ. ഹൃദയത്തെ സ്പർശിക്കണമേ. കരളിനെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സുഖപ്പെടട്ടെ. ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കുന്നവർ നന്ദി പറയുന്നു. സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ശരീരത്തിലെ വെള്ളം കെട്ടി കിടക്കുന്നവരെ, വെള്ളം ഇറങ്ങിപ്പോകാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി അസ്ഥികള്, പേശികള്, ഞരമ്പുകള്, കോശങ്ങള് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, വാതരോഗികളെ, തലവേദനയും കണ്ണിന്റെ കാഴ്ചക്കുറവും ചെവിയുടെ കേൾവിക്കുറവും തൊണ്ടവേദനകള്, തൈറോയിഡ്, കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരകരോഗങ്ങള്, തീരാവ്യാധികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരകമായ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹാർട്ട് രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ലിവർ രോഗങ്ങള്, കർത്താവേ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, തൈറോയ്ഡ്, കർത്താവേ, സുഖപ്പെടുന്നവർ നന്ദി പറയുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ. നടുവേദനക്കാരെ സ്പർശിക്കണമേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ, മനോരോഗികളെ, വിസർപ്പരോഗികളെ, അസുഖമുള്ളവരെ, കർത്താവേ, ത്വക്ക് രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഉദരരോഗികളെ, അൾസർ രോഗികളെ, കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ സ്പർശിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂത്രത്തെ കല്ലുകള്, പാൻക്രിയാസിന്റെ രോഗങ്ങള് യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മക്കളില്ലാത്തവരെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ, ബീജമില്ലാത്തവരെ, മൊബിലിറ്റി ഇല്ലാത്തവരെ കർത്താവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. മക്കളില്ലാത്തവർക്ക് കുർബാനയുടെ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിന്റെ ലഭിക്കട്ടെ, മക്കളെ ലഭിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ സന്താനം കൊടുത്ത ദൈവമേ, മധ്യായ എലിസബത്തിന് സന്താനലബ്ധി കൊടുത്ത ദൈവമേ, കർത്താവേ, സന്താനരഹിതരെ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ, അണ്ടം ഉൽപ്പാദിക്കാത്തവരെ, കൗണ്ട് കുറഞ്ഞു പോകുന്നവരെ അങ്ങ് ഈ ആരാധനയിൽ സൗഖ്യപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്നു.
ഇടതുവശത്തുള്ള കുത്തിത്തിച്ചുള്ള വേദനകൾ, അത് ചിലപ്പോൾ ഇതുപോലെ കല്ലിൻ്റെ വേദനയായിരിക്കാം. കർത്താവ് വിഷയത്തെ പൂർണ്ണമായ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. സുഖലീയ. അതുപോലെ തന്നെ അസ്ഥികൾ, ആ ഇടത് മുട്ടിൻ്റെ അസ്ഥികൾ പൊട്ടിയതായിരുന്നു, പിന്നെ അത് ചേർന്നതാണ്, പിന്നെ സ്വാധീനമില്ലാണ്ടായി. ഇപ്പോൾ ഇടത് അസ്ഥികളെ കർത്താവ് ബലപ്പെടുത്തി നമ്മൾ നടന്ന് ഓടിയും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ, വിദേശ പഠനങ്ങൾക്ക്, ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങള്, പരീക്ഷകള് അതിലെഴുതിയിരിക്കുന്നവരെ ഈ നിമിഷം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കൃപ ചൊരിയട്ടെ. കർത്താവെ, ഏറ്റെടുക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു, സൗഖ്യപ്പെടുന്നതിനെ ഓർ നന്ദി പറയുന്നു. എല്ലാ പരീക്ഷകളുടെ മേൽ, വിദ്യാർത്ഥികളുടെ മേൽ കർത്താവയുടെ അനുസരണക്കേട് അനുസരണമേ ഈ ദിവ്യകാരുണ്യത്താലൊക്കെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ആരാധന. മകളെ, ജോലി തടസ്സങ്ങൾ, വരുമാനം മുട്ടിപ്പോയവര്, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിക്ക് വേണ്ടി യാത്രയിലായിരിക്കുന്നവർ, തിരിച്ച് ജോലിക്ക് പോയിട്ട് തിരിച്ച് വരാൻ പറ്റാതെ ഇരിക്കുന്നവർ, അങ്ങനെ എല്ലാ മേഖലകളിലും സാമ്പത്തിക വിഷമങ്ങളാൽ വല്ലാതെ ക്ലേശിക്കുന്നവരുടെ മേൽ എല്ലാം കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ, ഉടമ്പടിയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവത്തിന്റെ ശക്തി നിറയുന്നതിനെയോ തതി പറയുന്നു, അങ്ങ് അത്ഭുതകരമായി ഇടപെടുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. ഒരു മുറിവ് പണ്ട് പൊറുത്തതാണ്, പക്ഷെ ചില ഈ ചെറിയ നേർച്ചപ്പെട്ടിയുടെ ദ്വാരം പോലെ ഈ മാംസം വെട്ടി ആ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ദ്വാരം പോലെയാണ് പുറത്തിരിക്കണത്. അതിൽ നിടക്ക് വേദന വരുമ്പോൾ ചെറിയ ഇൻഫെക്ഷനൊക്കെ വരും, പിന്നെ വല്ല ഗുളിയൊക്കെ വല്ലതും കഴിച്ച് നിൽക്കും. ഇങ്ങനെ ശരീരത്തിലെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ദൂരങ്ങളിൽ നിന്ന് ഇടയ്ക്ക് വെള്ളം കരച്ച് വരുന്ന ആ രോഗിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ശരീരത്തിൻ്റെ മുതുക് ഭാഗവും പിന്നെ പകുതി ചന്തിയുടെ ഭാഗങ്ങളെല്ലാം, പകുതി മുതുകും ആവതെല്ലാം ഇങ്ങനെ ഒരു ശരീരത്തിൻ്റെ പുരുഷനാണ്, ഒരു 50 വയസ്സ് കാണുക, 57 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെ പൊട്ടുണ്ട്, ബ്രൗൺ നിറത്തിലുള്ള പൊട്ടുകൾ. ശരീരം എന്ന് വെച്ചാൽ അതിനേക്കാളും ശരീരം ബ്രൗണാണ്, അതിനേക്കാളും ഇത്തിരി യെല്ലോളിയ മഞ്ഞോളിയം കൂടിയിട്ടുള്ള ചെറിയ പൊട്ടുകൾ ഇങ്ങനെ നമ്മൾ മൈലാഞ്ചി കൊണ്ട് തേച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള ചെറിയ മങ്ങിയ പൊട്ടുകളുണ്ട്. അതൊരു ത്വക്ക് രോഗമാണ്. കർത്താവ് വ്യക്തിയെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ത്വക്ക് രോഗികളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് അവർക്ക് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് അത് പറയുന്നു. യേശുവേ ആരാധന. വിശ്വാസപ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. Prepare for the ഇപ്പോഴ് വീണ്ടും നേർച്ച വസ്തു ഏർപ്പെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കുക. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി അതിശക്തമായ സ്വരത്തിൽ
ഇതാ ഈശോ നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ വലതുകരത്തേട്ട് നിങ്ങൾ ഓരോരുത്തരെയും തൊടുന്ന നിമിഷമാണ്. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ദുരിതം, നിങ്ങളുടെ കടഭാരങ്ങൾ, ജീവിത വ്യഗ്രതകൾ, ഉടമ്പടി സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ, നിങ്ങളുടെ കുടുംബം, മക്കളെ എല്ലാം ഈശോ ആശീർവദിക്കും. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, തളർവാദ രോഗിക്ക് കിടക്കേട് നടക്കാൻ കൽപ്പിച്ച ദൈവമേ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ സമർപ്പിക്കുന്ന യോഗങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. കടലിന് മീതെ നടന്നു നീങ്ങിയ ദൈവമേ, 5,000 പേരെ തീറ്റി പോറ്റ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം, രോഗം, ദുരിതം, കടങ്ങൾ, കർത്താവേ, വർദ്ധിച്ചു വരുന്ന ചെലവുകള്, വരുമാനം തികയാതെ വരുന്ന അവസ്ഥകള് സമർപ്പിക്കുന്ന കർത്താവേ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ കുടുംബങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, സന്താനരഹിതരായവര്, ഭവനരഹിതരായവര്, കർത്താവേ, ഡിവോഴ്സിന്റെ പക്കൽ എത്തിയിരിക്കുന്ന കുടുംബങ്ങള്, പിണങ്ങി താമസിക്കുന്ന കുടുംബങ്ങള്, പിരിഞ്ഞുപോയ കുടുംബങ്ങള്, കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. 53:13 കർത്താവാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസങ്ങള്, അനുസരണക്കേടുള്ള മക്കള്, പഠിക്കാത്ത മക്കള്, അലസരായ മക്കള്, തെറ്റായ കൂട്ടുകെട്ടുള്ള പ്രേമബന്ധങ്ങള്, മൊബൈലിൽ അടിമപ്പെട്ടു പോയ മക്കള്, ഈ ആരാധനയിൽ കർത്താവേ പങ്കുചേരുന്നവര്, വിദൂരത്തിരുന്ന് പങ്കുചേരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ജപ്തിക്ക് ഇടപെട്ടിരിക്കുന്ന അവസ്ഥകള്, വീട് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥകള്, കർത്താവേ, ഡോക്ടേഴ്സ് പോലും തല്ലിയ രോഗികള്, അവരെ സ്പർശിക്കണമേ. മദ്യപാനികളെ സ്പർശിക്കണമേ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സ്പർശിക്കണമേ. ദുഃഖങ്ങൾ മാത്രമായി കുടുംബത്തിൽ കഴിയുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, മറ്റൊരുത്തൽ രക്ഷയില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണത് അടിയുറച്ച് വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെർലിൻ മാർട്ടിൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് എളവൂരിൽ നിന്നാണ് വരുന്നത്, അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 18, 2022 ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപേ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര വിശ്വാസത്തിലല്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഉടമ്പടി എടുക്കുന്നത്. നോർമൽ ആയിട്ട് എന്തോ വന്നു ഉടമ്പടി എടുത്തു പോയി. അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല. അതിന് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സെൽഫ് പ്ലെയർ ഉള്ള കൂട്ടത്തിലാണ്. ഈശോനോട് ഭയങ്കര കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. മാതാവ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, അതിൻ്റെ പ്രെയർ ചെല്ലുകയോ അങ്ങനെയൊന്നും സ്ട്രിക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ബ്രദർ വീട്ടിൽ വന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കൃപാസദനം സാത്താനിക്കാണെന്ന് പറയുകയും അവിടെ ഇരിക്കുന്നത് മാതാവൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൃപാസനത്തിലെ പ്രെയർ ഞാൻ എന്ത് ചെയ്താൽ വീട്ടിൽ ചെല്ലാൻ സമ്മതിക്കില്ലായിരുന്നു, ഞാൻ ചെല്ലില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നത് മാതാവല്ല, എന്തോ സാത്താനിക് പവറാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ്, അതായത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിരിക്കുമ്പോഴാണ്, ഞാൻ പ്രൊവിഡൻസ് കോളേജിൽ കോഴിക്കോടാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. എൻ്റെ വീട് അങ്കമാലിലാണ്. ഞാൻ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ കരിയറിനെ പറ്റി നല്ല വ്യക്തമായ ധാരണ ഉള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ഡിഗ്രി കഴിഞ്ഞാൽ ഓക്കെ IELTS പഠിക്കുന്നു, ഇന്ന കൺട്രിയിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 10 years കഴിഞ്ഞ് എൻ്റെ കരിയർ എങ്ങനെ ആയിരിക്കണം എന്ന് വെരി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരു രീതിയിലും ഫിനാൻഷ്യലി എനിക്ക് പുറത്തേക്ക് പോകുക എന്നത് പോസിബിൾ അല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. എല്ലാ സൈഡിൽ നിന്നും ഫിനാൻഷ്യൽ ഭയങ്കര പ്രോബ്ലങ്ങളാവുന്നു. ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം ജപ്തി നോട്ടീസ് വരുന്നു. എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ടൈറ്റാണ്. എനിക്ക് പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ IELTSൻ്റെ ക്ലാസ്സിനൊക്കെ പോയി IELTS ഒക്കെ പഠിച്ചു. പക്ഷേ ഇതിന് മുൻപ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ജോലിയാണ് ക്യാബിൻ ക്രൂവിൻ്റെ ജോബ്. അതും ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ജോബ്. കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ആയിട്ട് കിട്ടണം, അതല്ലെങ്കിൽ എനിക്ക് ആ ജോലിയോട് താല്പര്യമില്ല. അങ്ങനെയായിരുന്നു. പക്ഷേ അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നത് പോലും, അതിനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല.
കാരണം അത്രയും ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ, ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം, വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻ്റർവ്യൂ. അതും ലോകത്തിലേക്ക് തന്നെ ബെസ്റ്റ് ഇൻ്റർനാഷണൽ എയർലൈൻസ് ആയിട്ടുള്ള ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ആയിട്ടുള്ളൊരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏവിയേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ പഠിച്ചിരിക്കുന്നത് BA എക്കണോമിക്സ് ആണ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസ് വേണം. ഫുൾ ഫോർമൽ ഡ്രസ്സിലൊക്കെ പോയി ഫുൾ ഫേസ് മേക്കപ്പും ഒക്കെ ആയി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെ ഉണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് തന്നെ ഒരു 10,000-80,000 രൂപ മുടക്കി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും മാത്രം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നു, എൻ്റെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല. എന്നെ തമ്പുരാൻ ആ ഒരു ഇത് മാത്രമേ ഇനി വഴിയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു. ആ സമയത്താണ് ഞാൻ വീട്ടിലിരിക്കുന്നു, ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. എനിക്കൊരു കരുണയുടെ ഈശോ ഉണ്ട്, ഒരു കൃപാസനത്തിലെ ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ. അപ്പോൾ കൃപാസനത്തിലെ ഫോട്ടോ മാതാവിൻ്റെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിരുന്നു. ഈ ബ്രദർ പറയുന്നത് കേട്ടിട്ടൊക്കെ ഇതെടുത്ത് മാറ്റിയിരുന്നു. കൃപാസനത്തിലെ മാതാവിനെ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഈശോനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു, മാതാവിനോടും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ എടുക്കാൻ ഞാൻ തീരുമാനിച്ച് ഡാനിയൽ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയെ പറ്റിയിട്ട് അറിയുന്നത്. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കൃപാസന മാതാവിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ല, എന്താ അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണോയെന്ന് എനിക്കറിയില്ല, എനിക്കിതിനെപ്പറ്റി നല്ല വ്യക്തമായൊരു ക്ലാരിറ്റി തരണം, ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം, എനിക്ക് നല്ല വ്യക്തമായൊരു അടയാളം തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ തുടങ്ങുന്ന ദിവസം, അപ്പോൾ അമ്മ ഇവിടെ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ദിവസമാണ്. ഞാൻ പറഞ്ഞു, അമ്മ വേണമെങ്കിൽ പോയിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ദിവസമാണ്. തലേ ദിവസം, അതായത് ഞാൻ അന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ സ്റ്റാർട്ട് ചെയ്യാണ്. തലേ ദിവസം എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ തൊട്ട് എനിക്ക് കാലുവേദനയുണ്ട്. വെരി സിവിയർ ആയിട്ടുള്ള കാലുവേദനയാണ്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ പാരസിറ്റമോൾ കഴിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടൊരു ദിവസം പോലും ഇല്ല. ആ കാലുവേദന എനിക്ക് ഡിവൈനിൽ ധ്യാനം കൂടുമ്പോഴാണ് മാറിപ്പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് കാലുവേദന ഇല്ല. പക്ഷേ അമ്മ കൃപാസനത്തിൽ വരുന്ന ദിവസം, ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അന്ന് വെളുപ്പിന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് വെരി സിവിയർ കാലുവേദനയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ ശരീരം തളർന്ന് തല കറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തും. പാരസിറ്റമോളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അന്ന് ആ വീട് മുഴുവൻ തപ്പിയിട്ടും എനിക്കൊരു പാരസിറ്റമോൾ പോലും കിട്ടിയില്ല. അപ്പം ഞാൻ രൂപത്തിൻ്റെ ഇവിടെ ചെന്നപ്പോൾ അമ്മ ഉപയോഗിക്കുന്ന തൈലമുണ്ട് മാതാവിൻ്റെ, അതെടുത്ത് ഞാൻ കാലുമ്മ തൂത്തിട്ട് പറഞ്ഞു, ഇതാണോ അടയാളം നീ തരാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കാലുവേദന മാറ്റി തന്നാൽ നാളെ കൃപാസനത്തിൽ അമ്മയുടെ കൂടെ ഞാൻ വരും, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കും എന്ന് പറഞ്ഞു. ഞാൻ തൈലം കാലിൽ പൂശി. ഒരു രഹസ്യം ചൊല്ലി തീർന്നില്ല, അതിന് മുന്നേ എൻ്റെ കാലുവേദന മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എന്നെ തിരിച്ചു കൊണ്ടുവരാൻ നല്ല വ്യക്തമായ അടയാളം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് റെഡിയായി അമ്മയുടെ കൂടെ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അത് എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയൊരു ഫിസിക്കലായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവരോടും പറയുമ്പോഴും ഒക്കെ എല്ലാവരുടെ ഒരു വിചാരത്തിൽ, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ അറിയുന്ന ആൾക്കാരുടെ ഒരു വിചാരത്തിൽ എല്ലാവരും എന്നോട് സപ്പോർട്ടീവായിട്ട് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും വിചാരിക്കുന്നത്, ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിലും 2ാമതോ 3ാമതോ അറ്റംപ്റ്റ് ചെയ്താൽ കിട്ടുമായിരിക്കും, ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഇവിടുന്ന് കൊൽക്കട്ട വരെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അതിന് നല്ല എക്സ്പെൻസ് ഉണ്ട്. ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ 5 ദിവസം അവിടെ നിൽക്കണം, 3 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്, അതിനൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അത് അപ്പം എടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ ഇത്രയും മുടക്കി ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി തരണം. അത് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും. ആൻഡ് സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് എനിക്കൊരു തീരുമാനം ഉണ്ടാവണം. എൻ്റെ കരിയറിനെ പറ്റി ആരെന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റണം. ഇപ്പം ഞാൻ വീട്ടിലിരിക്കും, എല്ലാവരും ചോദിക്കുമ്പോൾ എന്താ ചെയ്യണേ, ഒന്നും ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകാൻ നോക്കുന്നു എന്നൊക്കെ ഓരോന്നോരോന്ന് പറയുന്നു. കള്ളമാണ് പറയണേ, എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞതാ, സെപ്റ്റംബർ 8-ാം തീയതി നിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ കരിയറിനെ പറ്റി നല്ല വ്യക്തമായ ധാരണ എനിക്കുണ്ടാവണം. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 3 ദിവസത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ഒരു എയർ ഹോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, ഒരു ജീവിതത്തിൽ ഇതുവരെ ഹീൽസ് പോലും ഇടാത്ത ഒരാളാണ് ഞാൻ അവിടെ ചെന്നു. കൊൽക്കട്ട മാരിയറ്റിലായിരുന്നു ഇൻ്റർവ്യൂ. ഒരു പല ടൈം സ്ലോട്ടിലായിട്ട്
ആൾക്കാർ 900+ ആൾക്കാർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന്. നോർത്ത് ഇന്ത്യയിലാണ്. നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ, നല്ല ഹൈറ്റിൽ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരെ തന്നെ ക്യാരി ചെയ്യുന്ന പെൺകുട്ടികൾ. ഞാനാണ് കൂട്ടത്തിലെ ഏറ്റവും മണ്ടത്തി, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും അറിയാത്തൊരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരവരെ ക്യാരി ചെയ്യുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ ചെന്നു. ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കിട്ടാൻ യാതൊരുവിധ സാധ്യതയും എനിക്കില്ല. പിന്നെ ഞാൻ ആലോചിക്കണം, ഓക്കെ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അപ്പോൾ എനിക്ക് വചനം എടുക്കുമ്പോഴും ബൈബിൾ എടുക്കുമ്പോഴും ഒക്കെ എനിക്ക് കിട്ടുന്നത് വിക്ടറിയുടെ വചനങ്ങളാണ്. ഈശോ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നോട് പറയണം, നീ പോയിക്കോ, ഞാൻ ഉണ്ടല്ലോ, കൂടെ വന്നിട്ടുണ്ടല്ലോ, നീ പോയിക്കോ എന്നുള്ള രീതിയിൽ. എന്താ ആ സമയത്തൊക്കെ ഞാൻ ഈശോയായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ എന്തോരം ബിൽഡായിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ വാക്കുകളോട് പറഞ്ഞാൽ എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈശോനോട് എനിക്ക് കിട്ടുന്നത് മുഴുവൻ വിക്ടറിയുടെ വചനങ്ങളാണ്. ഒക്കെ ഞാൻ കണ്ടു കൽപ്പിച്ച് പോയി. ഫസ്റ്റത്തെ ദിവസം അവർ നമ്മളോട് കാര്യമായി ഇൻ്റർവ്യൂ സംസാരമൊന്നുമില്ല. ജസ്റ്റ് ചെല്ലുന്നു, 2 മിനിറ്റ് മാക്സിമം. അത് നമ്മുടെ ഫുൾ നമ്മൾ ഡ്രസ്സ് ചെയ്തേക്കുന്നതും നമ്മുടെ ഫുൾ ലുക്സ് എങ്ങനെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ദിവസത്തെ തീരുമാനമാക്കുന്നത്. ഫസ്റ്റ് ദിവസം ചെന്നു. ഒരു റഷ്യൻ മാമും ഒരു റുമേനിയൻ മാമും ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്ലാങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു ഇംഗ്ലീഷിലല്ല. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്, അത്യാവശ്യം കമാൻഡ് ഉണ്ടെന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരുടെ സ്ലാങ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുക, എന്താ പറഞ്ഞത്? ഞാൻ 2-3 വട്ടം ചോദിച്ചു, സോറി മാം, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു, പാടെന്നൊക്കെ 2-3 വട്ടം ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇന്ന് തന്നെ പോവാം, ഇന്ന് തന്നെ വീട്ടിൽ പോവാം, 3 ദിവസത്തെ ഇൻ്റർവ്യൂവിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിന് മുന്നേ ഹൈറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതിന് മുന്നേ കയറിയ കുറേ പെൺപിള്ളേർ എൻ്റെ മുൻപായിട്ട് കാൻഡിഡേറ്റ്സ് കയറി, ആരെക്കൊണ്ട് ഹൈറ്റ് ചെക്ക് ചെയ്യിപ്പിച്ചില്ല. ഞാൻ മാത്രമാണ് ഹൈറ്റ് ചെക്ക് ചെയ്തത്. എന്നെക്കൊണ്ട് ഹൈറ്റ് ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്കറിയാം ഇവിടെ നിന്ന് ആ ഇരിക്കുന്ന ആ സാധനത്തിൻ്റെ അവിടെ വരെ നടന്നു പോകാനുള്ള ദൂരമുണ്ട് മാമിൻ്റെ അടുത്ത് നടന്നു പോകാനായിട്ട്. അപ്പം നടന്നു പോയി ഹൈറ്റ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ നടന്നു പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലും എൻ്റെ റൈറ്റ് സൈഡിലും 2 ആൾക്കാർ എൻ്റെ കൂടെ വരിക. അതെങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. എൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ ഭയങ്കര അച്ഛന്മാരുടെയൊക്കെ ഡ്രസ്സില്ലേ, അതുപോലെയൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ നമ്മുടെ കൂടെ നടന്നാൽ നമ്മൾ ആളെ നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കൂടെ ഒരാൾക്കാർ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ സെയിം ഫീലിലാണ് ഞാൻ നടന്നു പോയി ഹൈറ്റ് ചെക്ക് ചെയ്തു. ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ടുമാറോ അറ്റ് 9:30 ഷാർപ്പ് എന്ന് പറഞ്ഞു. നാളെ 9:30 ഞാൻ പ്രസൻ്റ് ആയിരിക്കണം. ഇതിന് മുൻപ് കയറി ആരോടും പിറ്റേ ദിവസത്തേക്ക് സെലക്ട് ആയിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് അന്നത്തെ ടൈം സ്ലോട്ടിൽ പിറ്റേ ദിവസത്തേക്ക് സെലക്ട് ആവുന്നത്. ഞാൻ പിറ്റേ ദിവസത്തേക്ക് സെലക്ട് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല, തമ്പുരാനെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ഈശോൻ്റെ കളിയാണ് എന്നുള്ള സാധനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ചെന്നു, ഞാൻ പോയി. പിറ്റേ ദിവസം ഇംഗ്ലീഷ് ടെസ്റ്റും സ്കാർ ടെസ്റ്റുമാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് രാവിലെ ആയിരുന്നു. ഇംഗ്ലീഷ് ടെസ്റ്റ് ഈ പറഞ്ഞ പോലെ IELTSൻ്റെ ക്ലാസ്സിന് പോയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. IELTSൻ്റെ റീഡിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് ആയിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, എൻ്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിന് 2 ദിവസം മുൻപ് ഞാനൊരു ചെറിയ മാമിൻ്റെ ഒരു ട്രെയിനിങ് എടുത്തിരുന്നു, 2 ദിവസത്തെ ക്ലാസ്. ആ ക്ലാസ്സിൽ ആ മാം തന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ നമ്പർ പോലും വ്യത്യാസമില്ലാതെ എനിക്ക് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കേണ്ടി പോലും എനിക്ക് വന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കുക പോലും ചെയ്യാതെ ഞാൻ ORMA ഷീറ്റിൽ എല്ലാം മാർക്ക് ചെയ്ത് ആദ്യം ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. എനിക്കറിയായിരുന്നു എനിക്ക് കിട്ടുമായിരുന്നുള്ളത്. ആ റൗണ്ട് ഞാൻ ക്ലിയർ ചെയ്തു. അടുത്ത റൗണ്ടിലേക്ക് ചെന്ന്, അടുത്ത റൗണ്ടിൽ നമ്മുടെ ഫേസിൽ, കയ്യിൽ, കാലിലൊന്നും പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സ്റ്റിച്ചിൻ്റെ പാടുകൾ, അങ്ങനത്തെ പാടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എനിക്കെൻ്റെ ഫേസിലും കൈമേയും കാലുമോ ഒന്നും പാടുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ മുട്ടുമേ നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നതിൻ്റെ തയമ്പ് പോലത്തെ ഒരു ഡ്രൈ സ്കിന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരറിയില്ല. പക്ഷേ എനിക്ക് പറയാൻ തോന്നി, ഞാനത് പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, ആർ യു എ കാത്തലിക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ കാത്തലിക്കാണ് എന്ന് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറഞ്ഞു. അതെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കാത്തലിക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രെയർ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതപ്പോൾ ലൈഫ് ലോങ് ഉണ്ടാവുമോ എന്ന് ഞാൻ പറഞ്ഞു. ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറും, എന്നാലും ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് ഞാൻ പറയണത്, ഇതുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കാലിൽ പാടുള്ളത്, ഇതുണ്ടായിട്ട് തന്നെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാനത് പറയണത്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. ആ ടെസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. 3rd ഡേയിലേക്ക് ഞാൻ ഇൻ്റർവ്യൂവിനായി. 998 പേരിൽ നിന്ന് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് 3ാമത്തെ ദിവസം ഇൻ്റർവ്യൂവിൽ കയറുമ്പോൾ 25 പേരുള്ളൂ ഞങ്ങൾ. അതിലാകെ ഒരു മലയാളിയേ ഉള്ളൂ ഞാൻ. ലാസ്റ്റ് ദിവസത്തെ റിസൾട്ട് നമുക്ക് അന്ന് തന്നെ അറിയാൻ പറ്റില്ല.
അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞത് എനിക്ക് എനിക്കൊന്ന് തൃപ്തിയാവണം, ഞാൻ പെർഫോം ചെയ്യുന്നതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്തോട്ടെ. ഞാൻ കയറുന്നതിന് മുൻപ് എനിക്കിന് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവേ നീ എനിക്ക് പകരം സംസാരിച്ചോണേ, അമ്മ മാതാവേ നീ എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കണേ, ഈശോൻ്റെ നീ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണേ എന്നുള്ള പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നതൊക്കെ. പക്ഷെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറാൻ പോകുന്നതിന് മുൻപ് ഞാൻ നിൽക്കുന്ന ഡോറിൻ്റെ ഈ സൈഡിലൊരു ഭിത്തിയാണ്, ഈ സൈഡിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറാൻ പോകും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതിന് മുൻപ് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിന് മുന്നേ എനിക്ക് തോന്നുകയാണ്, നീ എന്തിനാ പേടിക്കണേ, ഈ ലോകത്തിലേക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു രാജാവിൻ്റെ മോളാണ് നീ എന്തിനാ പേടിക്കണേ. ഖത്തർ എയർവേസ് എന്ന് പറയുന്നത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെയാണ്. അതിലേക്ക് എത്ര പവർഫുള്ളായിട്ടുള്ളൊരു രാജാവിൻ്റെ മോളാണ് നീ ആരെയും പേടിക്കണേ എന്നുള്ള സാധനം എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ എനിക്ക് പറഞ്ഞു തരാം. ഈ സാധനം കേട്ടതും എനിക്കുണ്ടായ കോൺഫിഡൻസ് എന്തോരാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ കയറി വെരി കോൺഫിഡൻ്റലി ഞാൻ സംസാരിച്ചു. ഞാനല്ല സംസാരിച്ചത്, ഫുള്ള് പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവ് എനിക്ക് പകരമായിട്ട് എല്ലാം സംസാരിച്ചു. വെരി കോൺഫിഡൻ്റലി ഞാൻ ഇറങ്ങി. എന്നോട് പിറ്റേ ദിവസം എങ്ങനെയാണ്, പിന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട് അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പുകൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ സെലക്റ്റഡ് ആവുമായിരിക്കും എന്ന്. അപ്പോൾ ആ മാം പറഞ്ഞു, 48 മണിക്കൂർ തൊട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അറിയിക്കും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നീ 48 മണിക്കൂറിനുള്ളിൽ എനിക്ക് കൺഫർമേഷൻ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ കൊൽക്കട്ടയിൽ നിന്ന് ഇവിടെ വന്നു, ഉച്ചയ്ക്ക് 12 മണിയായി. കറക്റ്റ് 48 മണിക്കൂർ എനിക്ക് മെയിൽ വന്നു, കൺഫർമേഷൻ്റെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോൻ്റെ മെയിൽ വന്നു. നമുക്കൊരു 75% നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സ്ലോ ആയി. എൻ്റെ കൂടെ സെലക്റ്റായ 8 പേരിൽ 7 പേരും പോയി. 7 പേർക്കും ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് ആരോടും ചോദിക്കാനോ ഒന്നും ആക്കാനോ പറ്റില്ല. ഇവർക്കൊക്കെ ഓഫർ ലെറ്റർ വന്നു, എനിക്ക് മാത്രം ഓഫർ ലെറ്റർ വന്നിട്ടില്ല. എന്നാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, എനിക്കിപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും എനിക്കൊരു പണിയില്ല. 5-6 മാസമായിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു കരുണയുടെ ഈശോ ഉണ്ട്, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഒരു ബൈബിളുണ്ട്, ഞാൻ 24 മണിക്കൂർ ഈശോനോടും മാതാവിനോട് സംസാരിക്കുക. ബൈബിൾ തുറക്കുമ്പോഴൊക്കെ എനിക്കറിയാം ഈശോനോട് സംസാരിക്കുകയാണെന്നുള്ളത്. നമുക്ക് ശരിക്കും മനസ്സിലാവും, നമ്മുടെ അടുത്തിങ്ങനെ ഒരാളിരുന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത് മാത്രം ഞാൻ ചെയ്യണേ. അപ്പം ഞാൻ ആലോചിക്കും, എനിക്ക് മാത്രം എന്താ വരാത്തേ. പിന്നെ ഞാൻ ആലോചിക്കും, ഓക്കെ എനിക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യമായിട്ട് ഖത്തറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് വരാത്തത് എന്ന കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കണേ. ഒക്ടോബർ മാസം ഞാൻ യൂണിറ്റിലൊക്കെ വചനം പറയാറുണ്ട്. ഒക്ടോബർ മാസം കൊന്തയ്ക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും വചനം പറയാമെന്നുള്ള രീതിയിൽ മാതാവിനെ പറ്റിയുള്ള അനുഭവം പറയാൻ ഞാൻ ഈ അനുഭവം പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ നാട്ടുകാരെല്ലാവരും അറിയുന്നത്, ഓക്കെ ഇവരെവിടെയോ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അങ്ങനെയൊക്കെ ആക്കിക്കണം. എനിക്ക് അപ്പോഴും കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതിനി വന്നില്ലെങ്കിൽ ഇവരെല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടുപോകും, ഞാൻ ഒന്നും അല്ലാണ്ടായിപ്പോവും. ആ ഇരിക്കുന്ന കുറേ വേഗം ആൾക്കാർക്കൊന്നും എനിക്ക് കിട്ടരുതെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം എനിക്ക് കിട്ടുന്ന വചനം എനിക്കിനെ വചനമായിട്ട് പറയാൻ അറിയില്ല. ഒരാളുടെ മുമ്പിലും തല കുനിക്കാൻ നമ്മളെ അനുവദിക്കില്ല തമ്പുരാൻ. ഞാൻ ഓക്കെ അപ്പോൾ എനിക്കറിയാം, ഓക്കെ ആരുടെ മുമ്പിൽ ഞാൻ തല കുനിക്കേണ്ടി വരില്ല. ഞാൻ വെരി പ്രൗഡായിട്ട് ഞാൻ പറയുമായിരുന്നു, പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞ ഡേറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഡിസംബർ 25 ഈശോൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഞാൻ ചോദിച്ചു, മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മാതാവ് എനിക്ക് ഗിഫ്റ്റ് തന്നു, ഈശോൻ്റെ ബർത്ത്ഡേക്ക് നീ എന്താ എനിക്ക് തരാൻ പോണേ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കൊരു കൺഫർമേഷൻ വേണം, ഞാൻ പോകുന്ന ഡേറ്റ് എനിക്കറിയണം, ഇന്ന ദിവസം ഞാൻ പോവുകയാണെന്ന് ആര് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റണം. 6-7 മാസമായി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. കറക്റ്റ് 25 ഉച്ചയ്ക്ക് ഒരു 11:30 ആയപ്പോഴേക്ക് എനിക്ക് മെയിൽ വന്നു. ഫെബ്രുവരി 26 ആണ് എൻ്റെ ഡേറ്റ് വന്നേക്കണത്. ഫെബ്രുവരി 26 തിങ്കളാഴ്ച ഞാൻ പോവാണ്. എനിക്ക് ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമൊന്നും ആയില്ല. എനിക്കറിയായിരുന്നു എനിക്ക് തരും എന്നെനിക്കറിയായിരുന്നു. എനിക്ക് ഓരോ മെയിൽ വരുമ്പോഴും ഞാൻ ആദ്യം ഈശോനോട് പറയും, മോനെ സാധനം വന്നിട്ടുണ്ട്, ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, എല്ലാം ആദ്യം ഞാൻ ഈശോനോട് പറയുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്കിങ്ങനെ ഈ ജോലി കിട്ടി എന്നതിനേലും നമ്മുടെ എല്ലാ കുഞ്ഞു കാര്യങ്ങളിലും എന്തോരാ ശ്രദ്ധിക്കണേ, എന്തോരാ പരിപാലിക്കണേ എന്ന് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോരം ഇഷ്ടം എന്നോട്, എന്തോരം സ്നേഹം എന്നോട് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണ്, എനിക്ക് ജോലി കൺഫേംഡ് ആയി. ഇതേ സമയം എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ആൽക്കഹോൾ കഴിക്കാത്ത ആളാണ് എൻ്റെ അപ്പൻ. അതിന് മുൻപ് ഭയങ്കര അഡിക്ഷനായിരുന്നു, ഭയങ്കര അഡിക്റ്റീവായിരുന്നു. ഫിനാൻഷ്യലി ഞങ്ങളെല്ലാം തകർന്നൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ 13 വർഷമായിട്ട് കഴിക്കാത്ത ഒരാൾ
കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് വീണ്ടും കഴിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമായി, എന്താ അച്ഛൻ വീണ്ടും കഴിച്ചു തുടങ്ങാനെന്ന്. വീണ്ടും കഴിച്ചു തുടങ്ങി. സാധാരണ മനുഷ്യന്മാർ കഴിക്കുന്നത് പോലെ ആൽക്കഹോൾ അല്ല അച്ഛൻ കഴിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൽക്കഹോൾ കഴിക്കും. അച്ഛൻ്റെ ഹെൽത്ത് പറയുന്നത് മാസങ്ങൾ കൊണ്ട് തന്നെ അച്ഛൻ്റെ ഹെൽത്ത് വളരെ മോശമായി. അപ്പം ഞാനും ഇപ്പം എൻ്റെ അനിയൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പോകാൻ നിൽക്കുക. അപ്പം ഞങ്ങൾ പറയും, നമ്മൾ ഇനി വരുമ്പോൾ അച്ഛനിവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങൾ. അച്ഛൻ്റെ ഹെൽത്ത് അത്രയ്ക്ക് മോശമായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ പറയാറുണ്ട്, അമ്മ നിനക്കറിയാലോ ഒരപ്പൻ്റെ അമ്മയുടെയും ഇമ്പോർട്ടൻസ് നിനക്കറിയാലോ. എൻ്റെ വീട്ടിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല. എനിക്ക് 3 അനിയന്മാരാണ്. എൻ്റെ മക്കൾ കരഞ്ഞ് ഞാൻ കാണുക. ഇവർ 3 ആമ്പിള്ളേരല്ലേ, ഇവർ കരഞ്ഞ് കാണുമ്പോൾ നമുക്ക് നമ്മളോട് ഇല്ലാണ്ടാവൂലേ. അപ്പോൾ ഇവർ കരഞ്ഞ് കാണുക ഞാൻ. അപ്പോൾ ഇവരാരും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇവരൊക്കെ കരയാന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും എക്സ്ട്രീം അയക്കണത്. ഫിനാൻഷ്യലി ഒരു രീതിയിൽ നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലായിക്കണം. ജപ്തി നോട്ടീസ് എന്ന് വേണം ജപ്തി എന്നൊരവസ്ഥയിലായിക്കണം. ഒന്നും നമുക്ക് ചെയ്യാനില്ല, എല്ലാ സൈഡിൽ നിന്ന് ലോക്കാണ്. എന്നിട്ട് അച്ഛൻ എന്താ കഴിക്കണേ, എന്നിട്ട് ഞങ്ങൾക്ക് അച്ഛൻ കഴിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മാതാവിനോട് പറഞ്ഞു, നിനക്കറിയാം അപ്പൻ്റെ അമ്മയുടെയും വില, എനിക്കെൻ്റെ അപ്പനെ വേണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്വർഗ്ഗമാണ്. അത് ഇപ്പം എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആകെ പ്രാർത്ഥിച്ചത് മദ്യപാനം ഒന്ന് മാറ്റിത്തരണേന്നാണ്. പക്ഷേ ഇപ്പോൾ മദ്യപാനം മാറണത് മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ എൻ്റെ പള്ളിയിലൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ചേട്ടന്മാരൊക്കെ നിന്ന് കുർബാന കാണുകയും കൈ വിരിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ അപ്പൻ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് അവർ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും. ഞങ്ങൾക്ക് ഹോട്ടലാണ് കഴിഞ്ഞ 22 വർഷമായിട്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ കട തുറക്കണേ. ഞായറാഴ്ച ദിവസം പോലും കട അടയ്ക്കാത്ത ആളായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് കട തുറക്കണത്. അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടെ രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ 4 പേരുടെ തലയിലും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് അതും കഴിഞ്ഞ് ഇവർ 2 ഒറ്റയ്ക്ക് കൊണ്ടെത്തിച്ചിട്ടാണ് ഇന്ന് എൻ്റെ അപ്പനും അമ്മയും കിടക്കണത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് എൻ്റെ അപ്പന്. 12 ചൂടാവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എൻ്റെ അപ്പൻ്റെ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് ഞങ്ങൾ കാണുന്നില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലിറ്ററലി നമ്മൾ പറയില്ലേ, ഞാൻ ഈശോനോടും മാതാവിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം എനിക്ക് സമാധാനം തരും എൻ്റെ വീട്ടിൽ നിന്ന്. ഇന്ന് എൻ്റെ വീട് സ്വർഗ്ഗമാണ്. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഈശോയും മാതാവും ഇങ്ങനെ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കില്ലേ. ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും, എനിക്കെൻ്റെ ജോലിയല്ല, എനിക്കെൻ്റെ ആരോഗ്യമല്ല, എനിക്കെൻ്റെ ഫാമിലി അല്ല, എന്തു പോയാലും ഐ നോ ദാറ്റ് മാൻ വിൽ ബി ദെയർ ഫോർ മീ എന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് ഈശോനോടുള്ള ബന്ധം അത്രയും കൂടിക്കണം. അപ്പാന്ന് വിളിക്കാനും എടാ എന്നെക്കൊണ്ട് കഴിയണില്ല എന്ന് പറയാനും ഒന്നുള്ള റിലേഷൻ എന്തോരം കൂടിക്കണമെന്ന് എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. വേറെ ഒന്നുമില്ലെങ്കിലും അവനുണ്ടാവും, അവനുണ്ടെങ്കിൽ എല്ലാം നടക്കും. ഇനി ഇതൊക്കെ എളുപ്പത്തിൽ നടക്കാൻ അമ്മയുടെ മോനോടൊന്ന് പറയണം കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ലൈഫിൽ മാറും എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. ഇനി എന്ത് പ്രശ്നം വന്നാലും ഒരു സെക്കൻഡ് പോലും ഒന്ന് വിറയ്ക്കുക പോലും ചെയ്യാതെ ഐ വിൽ ബി ലൈക്ക് ഐ ആം ദ ഡോട്ടർ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കിങ് ഇൻ ദ വേൾഡ് എന്ന് എനിക്ക് അത്രയ്ക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചേട്ടനുണ്ട്, ആൾ വയ്യാത്തൊരാളാണ്. അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കലും അങ്ങനെയൊക്കെയാണ്. ഞാൻ ഫുഡും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസയ്ക്ക് ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ് സാധാരണ ഞാൻ ചെയ്യൽ കാരുണ്യ പ്രവർത്തനമായിട്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ് കുരിശിടാൻ തീരുമാനിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചു, എന്തിനാ കുരിശ് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കണേ എന്നുള്ളത്, വിശ്വാസം ഉണ്ടെങ്കിൽ ഹൃദയത്തിലുണ്ടായാൽ പോരെ എന്നുള്ളത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് നിർബന്ധമുണ്ട്. എന്നെ കാണുന്ന ഒരാൾ കാണുമ്പോൾ ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ എൻ്റെ ഈശോൻ്റെ മോളാണ് എന്ന് എന്നെ കണ്ടാൽ മനസ്സിലാവണം. ഞാൻ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാനും ഞാൻ അങ്ങനെ അറിയപ്പെടാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കെട്ടി തൂക്കിയിട്ടുണ്ട് നടക്കുന്നതൊക്കെ. വലിയ പ്രൗഡായിട്ടാണ് ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ യൂത്തായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വെരി സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്.
എല്ലാ ദിവസവും എന്തെങ്കിലും വചനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈശോൻ്റെ വീഡിയോസോ സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാനിടും. അത് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ട് ആ ഒരു വചനം ആരെങ്കിലും വായിച്ചാൽ അത്രയായി എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. അതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം വളരെ വ്യക്തമായിട്ട് ഒരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ, എയർ ഹോസ്റ്റസിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായതിനെ കുറിച്ചിട്ടുള്ള സാക്ഷ്യമാണ്. ഒരു സാക്ഷ്യത്തിൽ ഏകദേശം നല്ലൊരു സമയം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പം മകൾ പറഞ്ഞത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അൾത്താരയിൽ എല്ലാ ജീവിതത്തിൻ്റെ തുറയിൽ നിന്നുള്ള സാക്ഷ്യങ്ങളും ലഭിക്കുന്നു. നിങ്ങൾ സാക്ഷ്യം പരിശോധിച്ചാൽ മതി. അതിൽ എല്ലാ ജീവിതത്തിൻ്റെയും ഇപ്പം കപ്പലിൽ നിന്നുള്ളതും അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് PhD ലെവലുള്ള അതും അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും മാതാവിവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് മാതാവിനെ ഏത് തുറയിലുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഏത് പ്രൊഫഷണൽ ഫീൽഡിൽ നിൽക്കുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ദൈവാനുഭവമായിട്ട് ഈ അൾത്താരയിൽ വരാനായിട്ട് അവർ ദൈവം അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വെറുതെ കിട്ടി അല്ലെങ്കിൽ പ്രൊബബിലിറ്റി അനുസരിച്ചുള്ളൊരു തിയറിയല്ല. വ്യക്തമായിട്ട് ഒരു പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെ നടക്കുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ദൈവാനുഭവമായിട്ട് ഈ അൾത്താരയിൽ വരുവാനായിട്ട്, അതും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ അൾത്താരയിൽ വന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം എല്ലാ ദിവസവും ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇതുപോലെ മാതാവിനെ കണ്ടുവെന്നും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചുവെന്നും അതിനേക്കാൾ അപ്പുറം ഈ ഈശോയും മാതാവുമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാൻ തക്കതൊരു അനുഭവമായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ ഇതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മകളുടെ ഈ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് എടുത്തു പറയത്തക്ക ഒരു ദൈവാനുഭവമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇതുപോലെ തുറവിയുള്ളൊരു മനസ്സിലും അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുവാനായിട്ടൊരു ക്രമമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ ഒഴുകുന്നൊരു സമയമുണ്ട്. ആ കൃപയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആവുകയും ഈശോയും മാതാവും അല്ലെങ്കിൽ ദൈവവും ദൈവത്തിൻ്റെ കാര്യങ്ങളും ഏറ്റവും പ്രധാനമായിട്ട് മാറുന്നത്. കാരണം ഇത് കർത്താവ് ആഗ്രഹിക്കാനുള്ള കാര്യമാണെന്ന് പഴയ നിയമത്തിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് കൽപ്പനകൾ തരുമ്പോഴും പിന്നീട് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്ന് പറയുമ്പോഴും പിന്നീട് കർത്താവെ എന്ന് വിളിക്കുന്നതല്ല, എൻ്റെ ഹിതം നടത്തണമെന്ന് അവർക്ക് മാത്രമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഈശോ ആഗ്രഹിക്കുന്നതാണ്. നീ ജീവിതത്തിൽ ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കണം. ഈ ഒരു ട്രാക്കിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് നിൽക്കുക. അതിൻ്റെ ഭാഗമാണ് ഈ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നുള്ള ഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ വിളിച്ച് എഴുന്നേൽക്കണമെന്നുള്ള ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നം ഉടമ്പടി തൈലം ഉപയോഗിച്ചു, കാശിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ ഡയറക്റ്റും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ കേന്ദ്രീകരിച്ച് ഒരാൾ ജീവിച്ചങ്ങ് തുടങ്ങുമ്പോൾ അത് കർത്താവ് കാണിച്ചു തരും, ഉറപ്പിച്ചു തരും നീ പോകുന്ന വഴി കറക്റ്റാണെന്ന്. അപ്പം ഇനിയും ഒരുപാട് പേര് ദൈവാനുഭവത്തിന് വലിയ സാക്ഷ്യങ്ങൾ പറയടവരട്ടെ. അപ്പം ഈ മകളുടെ ഇനിയുള്ള ജീവിതവും ഇതുപോലെ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ടുള്ളതാക്കി തീരട്ടെ എന്ന് പരിശുദ്ധമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിന് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ ഷാനിഷ്. ഞാൻ പത്തപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2023 ജൂൺ 13-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ ചിറ്റ പറഞ്ഞിട്ട് ചിറ്റയുടെ കൂടെയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. വന്നത് തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്നുള്ള രീതിയിലുള്ള ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ വീട്ടിലെ ഹസ്ബൻഡിനുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ആൾക്ക് എന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ എന്നും ഇടിയും ബഹളമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. ആ സമയത്ത് ഞാനിവിടെ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ തിരിച്ചിനി വീട്ടിലേക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഹസ്ബൻഡിനോട്. പക്ഷേ ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഈ മണ്ണിൽ കാലെടുത്ത് കുത്തിയ ആ നിമിഷം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചിറ്റനെ വിളിച്ചിട്ട് പറയാണ്, അവൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോന്നേക്കണേ, ചിറ്റ നോക്കണം, അവളെ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണെന്ന്. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ അധികം പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്, ഓട്ടോറിക്ഷ. വണ്ടിയിൽ ഞാനും എൻ്റെ മകളും
ഹസ്ബൻഡിൻ്റെ അച്ഛനും ചിറ്റയുടെ ഒരു മരുമകളും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു മരിപ്പ് കഴിഞ്ഞ് വരുന്ന വഴി വണ്ടി ഒന്ന് പോസ്റ്റിലിടിച്ച് പോസ്റ്റ് വട്ടമൊടിഞ്ഞ് വണ്ടിയുടെ മുകളിൽ വന്ന് വീണു. ആകെ തകർന്നു പോയി വണ്ടി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും എനിക്ക് മാത്രമാണ് ഒരു ഇത് പറ്റിയത്. അതായത് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഒന്ന് പൊട്ടിയായിരുന്നു. വേറൊരാൾക്കും ഒന്നും പറ്റിയില്ല. ഒരു പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ടു. എൻ്റെ മുട്ടിൻ്റെ കാലിന് ചിരട്ടയ്ക്ക് ഒരു പൊട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു മാസത്തോളം പ്ലാസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ വെട്ടാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാൽമുട്ടിൻ്റെ ചിരട്ടയുടെ ഒരു കുഴപ്പം പൊട്ട് ഇതായിട്ടുണ്ട്, പക്ഷേ മുട്ട് സ്ലിപ്പാവുന്നുണ്ട്, നടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ് മുട്ട് സ്ലിപ്പാവുമെന്ന് പറഞ്ഞു. അപ്പോൾ MRI ചെയ്യണം, അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നു. ഞാനത് മേടിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം വേറൊരു ഡോക്ടറെ വീണ്ടും പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടറും ഇത് സെയിം തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. ആ ഡോക്ടർ പറഞ്ഞ് കുറച്ച് എക്സർസൈസ് തന്നു, കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ, പിന്നെ മരുന്നും തന്നു. പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനിതൊന്നും ചെയ്തില്ല. ഞാനിവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഏത് നേരവും മുട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു. MRI ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ ചീട്ട് മേടിച്ച് നോക്കി, കാല് നോക്കിയിട്ട് പറഞ്ഞു ചീട്ട് മടക്കി വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളാൻ പറഞ്ഞു. കാലിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് MRI ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. പിന്നീട് അങ്ങോട്ട് എനിക്ക് ജീവിതത്തിൽ അമ്മയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു. അതായത് ഹസ്ബൻഡ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഹസ്ബൻഡ് കുടിക്കും വലി ഉണ്ടായിരുന്നു. അത് രണ്ടും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പും ഞാൻ എന്നും ചോറ് കൊടുക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുടിക്കുകയില്ല, വലിക്കുകയില്ല, എല്ലാം എൻ്റെ അമ്മ എനിക്ക് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ മകന് മൂവാറ്റുപുഴയിലൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അവന് 19 വയസ്സുണ്ട്. പോകണതിൻ്റെ തലേ ദിവസം അവന് ഫുഡ് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്താണെന്നറിയില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മൂക്കിലൂടെ തിരിച്ചു പോരുന്നു. വെള്ളം കുടിച്ചാലും അത് മൂക്കിലൂടെ പോരുകയാണ്. എന്താണെന്നറിയാൻ പാടില്ല. ഡോക്ടറെ കാണിച്ചു. അന്ന് ട്രെയിനിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയിലും ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചുകൊണ്ടും CT സ്കാൻ ചെയ്യാനായിട്ട് നാളത്തേക്ക് ഡേറ്റ് കിട്ടി. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞാൻ പറഞ്ഞ് ചെയ്യണില്ല, ഞാൻ കൃപാസനത്തിൽ പോവാൻ പോവാണ്, ഇപ്പം ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഇനി വരുന്നത് എന്തായാലും നിങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. ഇവിടെ വന്നു. എൻ്റെ മോന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിൽ വരുന്നത്. മോനും അതെ, ഹസ്ബൻഡും അതെ. ആദ്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആരും കാണാതെയാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പം പിന്നീട് വീട്ടിലെല്ലാവർക്കും വിശ്വാസം തുടങ്ങി. മോനും പറഞ്ഞു വേണ്ട അമ്മ CT സ്കാൻ ചെയ്യേണ്ട, ഞാൻ വരാം കൃപാസനത്തിൽ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കേണ്ട ടൈമായിരുന്നു. ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ എന്നും ഞാനിത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരക്കും അവന് തേനും കൊടുക്കുമായിരുന്നു. പിറ്റേ ദിവസം മുതൽ അവന് വേദന കുറയാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന് ഒരു വേദനയില്ല, ഭക്ഷണം മര്യാദ കഴിക്കുന്നുണ്ട്, CT സ്കാൻ ചെയ്തില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ വണ്ടി ടെസ്റ്റായി. ടെസ്റ്റിന് RT ഓഫീസിൽ പോയിരുന്നു. ടെസ്റ്റിന് വേണ്ടിയിട്ട് പേപ്പറുകളൊക്കെ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ പോയി ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ RC ബുക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടറെ ഏൽപ്പിക്കാറാണല്ലോ പതിവ്. അവിടെ കൊടുത്തെന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. വെഹിക്കിൾ പറയുന്നത് എനിക്കത് തന്നിട്ടില്ല എന്ന്.
ഹസ്ബൻഡ് പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ കൺസൾട്ടൻറ്റിനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് പെർമിറ്റ് കിട്ടണം എങ്കിൽ ഈ RC ബുക്ക് കിട്ടിയേ പറ്റൂ, പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിൽ കയറാൻ പറ്റില്ല. ഞാൻ വീണ്ടും അവിടെ ഓഫീസിലിരുന്ന് തന്നെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഈ RC ബുക്കിന് വേണ്ടി RT ഓഫീസിലേക്ക് ഞാൻ പോകില്ല, വണ്ടി പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൺസൾട്ടൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പറവൂർ റോഡിൽ കൂടെ ഒരു RC ബുക്ക് പറന്ന് നടക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ളൊരു ബേക്കറിക്കാർ, ജിയോ എന്ന് പറയുന്നൊരു ബേക്കറിയാണ്, ആ ബേക്കറിക്കാർ ആ RC ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചു. അത് ആ കൺസൾട്ടൻറ്റിൻ്റെ നമ്പറായിരുന്നു. നിങ്ങളുടെ RC ബുക്കാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് കൺസൾട്ടൻറ്റ് ഫോൺ വെച്ചു. ഒരു 4 മണിക്ക് മുമ്പേ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ RC ബുക്കാണ് കിട്ടിയിരിക്കുന്നത്, അത് ഞാൻ പെർമിറ്റ് റെഡിയാക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതും മാതാവ് എനിക്ക് ചെയ്തു തന്നു. ഇതൊക്കെയാണ് എനിക്ക്. ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇനിയുമുണ്ട്. അതുകൂടാതെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാനിവിടുന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്ത് പോയിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറയാൻ അടുത്ത വീടുകളിലൊക്കെ പത്രം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് മനസ്സിലായി അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്. അന്ന് മുതൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കും, റോഡിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. 2 പ്രാവശ്യം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടില്ല, കാരുണ്യ പ്രവൃത്തികളൊന്നും കറക്റ്റായിട്ടില്ല. ആദ്യം ഞാൻ കാരുണ്യ പ്രവൃത്തി 1-2 ചെയ്തിട്ടുണ്ട്, പക്ഷേ അച്ഛൻ പറയുന്ന പോലെ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ല ഞാൻ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഞാനിവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കേട്ടു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നത് പോലെയാണ്, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ പിന്നീട് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാതെ ഞാൻ പോയി. പിന്നീട് ചെയ്ത കാരുണ്യ പ്രവൃത്തികളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ ചെയ്തു. ഞാൻ വൃദ്ധസദനത്തിൽ പോയി, അവിടെയുള്ള 10-35 അമ്മമാരുണ്ട്, അവർക്കെല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് റെഡിയാക്കി കൊണ്ടു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ ഫോണിൽ നമ്മൾ വാട്സപ്പിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഓരോ ഇതുകളും നമ്മൾക്ക് വരാറുണ്ട്. പണ്ട് ഞാനത് കണ്ടു കഴിഞ്ഞാൽ തോണ്ടിക്കളയുള്ളൂ, ഞാൻ നോക്കും പക്ഷേ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എന്ത് മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നാലും എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ആ നമ്പറിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോൾ തന്നെ ഞാനത് പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അതുകൂടാതെ ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് 2-3 വസ്ത്രങ്ങൾ വാങ്ങി ഇവിടെ ഇരിക്കുന്ന വയ്യാതെ ഇവിടെ ഇരിക്കുന്ന അവർക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്യും. പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഇനി എൻ്റെ ഉള്ള തീരുമാനം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം തിരുവചനമാണ്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ 2 ചിറകുകളാണ്. ഈ ചിറകുകളിലൂടെ പറന്നിട്ട് വേണം നാം ദൈവത്തെ പ്രാപിക്കുവാൻ. അപ്പോഴാണ് നാം ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതവും ദൈവസ്നേഹത്തോടെയുള്ള ജീവിതവും നയിക്കുക. എങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ പൂർവാധികം തീഷ്ണതയോടെ ചെയ്യുവാനായിട്ട് ഓരോ മക്കളും പരിശ്രമിക്കുന്നു. അവർക്ക് ആ ബോധ്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുന്നു? അക്രൈസ്തവരായ മക്കളാണ്, അവർക്ക് ഇതൊന്നും സുവിശേഷ വിഹിതമനുസരിച്ച്
എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് ബാധ്യതയില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവരും ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ കാണും. അത് നമ്മുടെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈശോ മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ തൻ്റെ ഓരോ നന്മ പ്രവൃത്തികളും ചെയ്യുവാൻ തുടങ്ങി. ഇവിടെ വരുമ്പോൾ ജീവിക്കണമോ മരിക്കണമോ, ഇനി ഞാൻ വീട്ടിലേക്കില്ല, ആ ഒരു ചിന്തയിലൊക്കെ വരുന്ന മകള് എങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഇവിടെ വന്ന അന്ന് തന്നെ അമ്മ ജീവിതത്തിൽ ഇടപെടുകയാണ്. അമ്മ അതിനുള്ള അടയാളം കൊടുത്തു. ഈ മകൾക്ക് ബോധ്യമായി. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിന് ആദ്യം അനുഭവജ്ഞാനങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. എന്നാൽ പിന്നീട് താൻ ഈശോയെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ പിന്നീട് ഈശോയെ പ്രഘോഷിക്കുന്നു, ഇന്ന് എങ്ങനെയാണ് തനിക്ക് ജീവിതം തിരിച്ച് തൻ്റെ ദൈവം നൽകിയത്, ആ ഒരു അനുഭവമാണ് പറയുക. ഇവിടെ കൃപാസനത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, ഇത് അപൂർവമായ സാക്ഷ്യങ്ങളല്ല. ഓരോ ദിവസവും പ്രഭാതം മുതൽ വൈകുന്നേരം വരെ നാം ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായ ജീവിത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഓരോ വ്യക്തികളും ഈശോയെ അനുഭവിക്കുന്നത്. ഈശോയെ അനുഭവിച്ച സാക്ഷ്യങ്ങളാണ് പറയുക. അത് അവരുടെ മാത്രം സ്വന്തമായ കാര്യങ്ങൾ. അത് നമുക്ക് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അനുഭവ സാക്ഷ്യം പറയുന്നവർക്ക് അത് അവർ ദൈവത്തെ തൊട്ടറിഞ്ഞ സാക്ഷ്യങ്ങളാണ്. അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാനാകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തന്നെ അവർ തീരുമാനിച്ച് അതിനുള്ള സമയമൊക്കെ എടുത്തു തന്നെയാണ് വരുന്നത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയോട് കൂടുതൽ സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ നമുക്കും കഴിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.